സ്തുത്യർഹമായ അഖ്ലാഖുകൾ, അതുപോലെ മേത്തരം ആദാബുകൾ. അതാണ് മുമ്പ് പറഞ്ഞത്. അധ്വാനിക്കാതെ കണ്ടം തന്നെ ജനിക്കും പടക്കം എന്ന് നല്ല കൊടുത്തതുണ്ട്, പിന്നെ അധ്വാനിച്ചുണ്ടാക്കേണ്ടത് അതാണ് പറയുന്നത്. അല്ലത്തി ഇത്തഫഖ ജമീഉൽ ഉഖലാ, എല്ലാ ഉഖലാക്കളും ഏകോപിച്ചിട്ടുണ്ട് അലാ തഫ്ളീലി സ്വഹിബിഹ, ഈ അഖ്ലാഖുൽ ഹമീദത്തും ആദാബു ഷരീഫത്തും ഉടയ ആളുകളെ ആദരിക്കപ്പെടേണ്ടതുണ്ട് എന്നുണ്ടാക്കി എല്ലാ ഉഖലാക്കളും. വതഅലീമിൽ മുത്തസിഫി ബിൽ ഖുലുഖിൽ വാഹിദി മിൻഹ, ഇതിൽ കുറേ എണ്ണുന്നുണ്ട്. അതിൽപ്പെട്ട ഒരൊറ്റ ഒന്നുകൊണ്ട് മുത്തസിഫായ ആളെപ്പോലും എന്താക്കണം, ആദരിക്കപ്പെടുന്നതാണ്. പിന്നെ ഫദ്ലൻ അമ്മ ഫൗഖഹു, പിന്നെ ഒന്നിൽ കൂടുതൽ ഉണ്ടായാൽ പിന്നെന്താ പറയേണ്ടത്? വഅസ്ന ശർഉ അലാ ജമീഇഹാ, ആ പറയപ്പെടുന്ന അഖ്ലാഖുൽ ഹമീദത്തിലും ആദാബു ഷരീഫത്തിലും എന്താക്കി ശറഅ് വളരെ സ്തുതിച്ച് പറഞ്ഞിട്ടുണ്ട്. വഅമറ ബിഹാ, അതുകൊണ്ട് കൽപ്പിച്ചിട്ടുമുണ്ട്. വവഅദ സഅാദത ദായിമ, സുസ്ഥിരമായ സആദത്തിനെ അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആരിക്കലിൽ മുതഖല്ലിഖ് ബിഹാ, അതുകൊണ്ട് ഖുലുഖ് സിദ്ധിച്ച ആളുകൾക്ക്. വവസഫ ബഅദഹാ ബിഅന്നഹു മിൻ അജ്സാഇൻ നുബുവ്വ, ആ പറയപ്പെടുന്ന അഖ്ലാഖിൽപ്പെട്ടത് നുബുവ്വത്തിൻ്റെ ഭാഗമാണ് എന്ന് ചിലതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതാണ് വഹിയൽ മുസമ്മാത്തു ബി ഹുസ്നുൽ ഖുലുഖ്, അതിനെന്ത് പേര് പറയും? ഹുസ്നുൽ ഖുലുഖ് എന്ന് പറയും. അതെന്താണ്? പണ്ട് യഹ്യ പറഞ്ഞത് തന്നെ. വഹുവൽ ഇഅ്തിദാലു ഫീ ഖുവൻ നഫ്സി, നഫ്സിൻ്റെ ഓരോ കുവ്വത്തുകളുണ്ട്. കുവ്വത്തുൽ അഖ്ല്, കുവ്വത്ത് ഇറാദി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കുവ്വത്തുകൾ. ആ കുവ്വത്ത് ഇഫ്രാത്തും തഫരീത്തും വരാതെ നടുക്ക് നിൽക്കലാണ് ഇത് ഹുസ്നുൽ ഖുലുഖ് എന്ന് പറഞ്ഞ സാധനം. ഇഫ്രാത്ത് എന്ന് പറഞ്ഞാലോ അതിന് വിട്ട് പോയി കുടിക്കള നെഞ്ഞത്തേക്ക് എത്തി, കളരിക്ക് പുറത്തു പോകാൻ പാടില്ല, അല്ലെ പിന്നെ കളി നടക്കൂല. അതെ, ഇഅ്തിദാലുൽ ഖുവ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാ തഖ്റുജ ഇലാ ഹദ്ദിൽ ഇഫ്രാത്തി വ തഫരീത്ത്. രണ്ട് തറഫുണ്ട്, ഒന്ന് ഇഫ്രാത്ത്, മറ്റൊന്ന് തഫരീത്ത്. ഇഫ്രാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളത് അളവ് കൂടിപ്പോയി. തഫരീത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളതും ഇല്ലാണ്ടായി. അപ്പോൾ മൂപ്പർ രണ്ടെണ്ണത്തിന് ഉദാഹരണമേ പറയുന്നുള്ളൂ. ഫാത്തിദാലു ഖുവ്വത്തിൽ അഖ്ലി, അഖലിൻ്റെ ഖുവ്വത്ത് എന്ന് പറഞ്ഞ ഖുവ്വത്തുണ്ട്. അതിൻ്റെ ഇഅ്തിദാൽ എങ്ങനെയാ? യുഅബ്ബറു അൻഹു ബിൽ ഫിത്നതി വൽ ഖിയാസ, അതിനാണ് ഫത്താനത്ത്, ഖിയാസത്ത്, ബുദ്ധി സാമർഥ്യം, അൽ കയ്യിസു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് ഫഇമ്മാനത്ത് ഇലൽ ഇഫ്രാത്ത്, അത് അധികത്തിലേക്ക് തിരിച്ച് ഇഫ്രാത്തിലേക്ക് പോയാ തുസമ്മ മക്റൻ വ ഖിദാഅൻ, അതിന് മക്ർ ഖിദാ എന്നാണ്. അത് മോശമായ തർക്കം. അപ്പോഴെന്താക്കുന്നറിയോ? മുൻകൈ ഞാക്കുന്നത് തിന്നിട്ടില്ല, എനിക്ക് കൂടുതൽ തിന്നിട്ടുള്ളൂ, എന്നിട്ട് എന്താക്കി ഇതെല്ലാം തിരുത്തണം, പിന്നെ പുതിയ ദീനുണ്ടാക്കണം എന്നൊക്കെ പറയും. ഷാഫി ഇമാമിൻ്റെ ഇജ്തിഹാദൊന്നും പൂർത്തിയായിട്ടില്ല, നമുക്ക് ഇജ്തിഹാദ് ചെയ്യണം, കാരണം ഇഫ്രാത്തായിപ്പോയി. ഇമ്മാലത്ത് ഇല തഫരീത്ത്, തഫരീത്തിലേക്ക് ചെരിഞ്ഞാൽ എന്താകും? തുസമ്മ ബലഹൻ ബഹുമുഖൻ, ബലഹ് അബുലഹ് എന്ന് പറയുന്നുണ്ടല്ലോ, ഹമാക്കത്ത്, അതായത് എത്ര കൊല്ലം പഠിപ്പിച്ചാലും എങ്ങനെ പഠിപ്പിച്ചാലും എനിക്ക് തിരിയില്ല. ഇനി മറ്റൊന്ന് പറയും, വകദാ ഇഅ്തിദാലു ഖുവ്വത്തിൽ ഗളബി, ഗളബിൻ്റെ ഒരു ഖുവ്വത്തുണ്ട്, അത് മുഅ്തദിലായ തുസമ്മ ഷജാഅത്ത് എന്നതിന് പേര്. ഇത് യഹ്യ പറഞ്ഞ സംഗതിയാണ്. ഇനി ഫഇൻ അഫ്റതത്ത് എന്ന് പറഞ്ഞാൽ അത് അധികമായി, അതിയായ ഫഹിയ തഹബ്ബുറുൻ എന്ന് പറഞ്ഞാൽ കാലത്ത് ചങ്കൂറ്റെന്ന് പറയാം. എല്ലാ കുഴപ്പമുണ്ടാക്കി അടിയും തല്ലും കുഴപ്പമില്ലുണ്ടാക്കിയിട്ട് വരുമ്പോലെ വെറ്റെന്ന് പറയലെന്നെ. ആ വൈമാനത്തിലെ തഫരീത്തിലേക്ക് പോയാലോ തുസമ്മ ജുബലൻ, അതിനാണ് പേടിക്കുടലൻ എന്ന് വിളിക്കല്. അപ്പൊ ഫഖർഫ കുല്ലി ഖുവ്വത്തിൻ, അപ്പം മൂപ്പറത്തിന് രണ്ടിനെടുത്തിട്ടുള്ളൂ, അത് ഹയ്യലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഏതൊരു ഖുവ്വത്തിൻ്റെയും രണ്ട് തറഫും മദ്മൂം. ഇപ്പം ദാനം കൊടുക്കല് ഉള്ളെല്ലാം എടുത്തോ, അതെങ്കിൽ വലാത്തൻ ജതക്ക മഗ്ലൂലത്തൻ ഇലാ ഉലഖിക്കാം, ഇങ്ങനെ പറയുന്നുണ്ട്. തരൂല, ഒന്നിനും കൊടുക്കൂല. അതിനെന്താക്കും? ബുഖൽ എന്ന് പറയും. ബുഖൽ എന്നല്ലേ?
വലാ തബസുത്തുഹ കുല്ലൽ ബസ്തി, എല്ലാം ചാടി കൊടുക്കല്, അത് ഇസ്രാഫായി, രണ്ടും പറ്റൂല. അപ്പൊ ഫലിഅ്തിദാലു എന്ന് പറഞ്ഞാൽ ഹുവ തവസ്സുത്തുൽ മഹ്മൂദ്, സ്തുതിക്കപ്പെടാവുന്ന തവസ്സുത്താണ് ഇഅ്തിദാലി. അതിന് വഹുവൽ മുഅബ്ബറു അൻഹു ബി ഹുസ്നുൽ ഖുലുഖ്, അതിന് ഒറ്റ വാക്കിൽ നിന്നുണ്ട് ഹുസ്നുൽ ഖുലുഖ് എന്ന് പേരുണ്ടാവും. ഇനി അതാണ് ഇത് വഹുവൽ ഇഅ്തിദാലു ഫീ ഖുവൻ നഫ്സി വൗസാഫിഹ വത്തവസ്സുതു ഫീഹ, ആ ഖുവ്വത്തുകളിൽ തവസ്സുത്ത് ഉണ്ടാവലാണ്. ദൂനൽ മൈലി ഇലാ മുൻഹരിഫി അത്റാഫിഹ, അതിൻ്റെ തെറഫുണ്ട്, അപ്പറിപ്പം തെറഫ്, ആ തെറഫിൽ നിന്ന് തെറ്റിയ ഭാഗത്തേക്ക്, അതായത് ഒന്നെങ്കിൽ ഇഫ്രാത്തിലേക്ക് അല്ലെങ്കിൽ തഫ്രീത്തിലേക്ക് ചരിയാതിരിക്കുക. അപ്പൊ ഫജമീഉഹ, ഇതെല്ലാം തന്നെ ഖദ് കാനത്ത് ഖുലുഖ നബിയിനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖുലുഖായിരുന്നു. എന്തെടുത്ത് നോക്കിയാലും ഇഫ്രാത്തും ഇല്ല തഫ്രീത്തും ഇല്ല. അലൽ ഇന്തിഹാ ഫി കമാലിഹ, അതിൻ്റെ കമാലിൻ്റെ വിഷയത്തിൽ അത് എത്താവുന്നിടത്തോളം അങ്ങേയറ്റെത്തി കഴിഞ്ഞിരിക്കുന്നു. വൽ ഇഅ്തിദാലി ഫി ഗായത്തിഹ, അതിൻ്റെ അറ്റത്തിലും എത്തി, ഇഅ്തിദാലിൻ്റെ അറ്റത്തിരിക്കുന്നു. ഇഅ്തിദാൽ എന്ന് പറഞ്ഞാൽ റുക്കൂ കഴിഞ്ഞിട്ടുള്ള ഇഅ്തിദാൽ എന്ന് അർത്ഥം വെക്കല്ലേ. പണ്ടൊരാളോട് ചോദിച്ചത്, ഞാൻ ഇന്ന് ഇസ്തിആദത്ത് പറഞ്ഞാൽ എന്താണ്, വായ്പ വാങ്ങലുണ്ടോ? അങ്ങനെ ആയിക്കോട്ടെ, മുമ്പ് പറയുന്നൊരു ഇസ്തിആദത്തല്ല, വായ്പ വാങ്ങലുണ്ടോ. ഹത്താ അസ്നല്ലാഹു തആല അലൈഹി ബിദാലിക്, അല്ലാഹു തആല തന്നെ അതെന്താക്കി പുകഴ്ത്തി പറഞ്ഞു. ഫഖാല വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, എന്ന അദീമായ ഖുലുഖിന്റെ മേലെത്തിയിരിക്കുന്നു തങ്ങൾ. ഖാലത്ത് ആയിഷത്തു റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന ഖുലുഖുൽ ഖുർആൻ, തങ്ങളെ ഖുലുഖ് എന്തായിരുന്നു? അത് തഫ്സീലാക്കി പറയാൻ കുറേ സമയം എടുക്കും. ഖുർആൻ എന്താണോ അത് തന്നെ. എന്താ അത് മറ്റത്തിൽ യർലാബിലില്ലാഹു, ഖുർആൻ പൊരുത്തപ്പെട്ട കാര്യങ്ങളൊക്കെ തങ്ങൾ പൊരുത്തപ്പെടും. വയസ്ഹത്തു ബിസഹത്തിഹി, ഖുർആൻ എതിർത്ത കാര്യങ്ങൾ തങ്ങൾക്ക് വെറുപ്പാണ്. എന്നുവെച്ചാലോ ഐക്കാന മുതമസ്സികം ബി അവാമിരിഹി വനവാഹിഹി, അതിൻ്റെ അമ്ര് കൊണ്ടും നഹി കൊണ്ടും. അമ്ര് പ്രവർത്തിക്കൽ കൊണ്ടാണ് പിടിച്ചു നിൽക്കല്, നഹി കൊണ്ടെന്താണ് വർജിക്കൽ കൊണ്ടാണ്. വമാ യസ്തമിലു അലൈഹി മിൻ മകാരിമിൽ അഖ്ലാഖി വമഹാസിനിൽ ആദാബ്, ഖുർആനിൽ എന്തെല്ലാം മകാരിമുൽ അഖ്ലാഖുകളും മറ്റും പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം എന്താക്കും, ഉൾക്കൊള്ളും. ലാ യതഅദ്ദ, അതിനെ വിട്ടുകളിയില്ല. അപ്പൊ ഫജർനാ ബികുല്ലി മാ യുർദില്ലാഹ, അല്ലാഹു തആലാക്ക് പൊരുത്തപ്പെടുന്ന എല്ലാ കാര്യങ്ങളും തങ്ങൾ പൊരുത്തപ്പെട്ട് മുറുകെ പിടിക്കും. വയസ്ഹതു കുല്ല മാ ലാ യർദാഹു, പൊരുത്തപ്പെടാത്ത കാര്യം ഒഴിവാക്കും. അതെല്ലാം തന്നെ കുല്ലു ദാലികലില്ല, അത് അള്ളാഹ്ക്ക് വേണ്ടി തന്നെ. മറ്റുള്ള ആളെ ബോധ്യപ്പെടുത്താനാന്നല്ലോ ഇപ്പം എല്ലാ കാര്യം ഉണ്ടാകുന്നത്. ഞാനാളോട് ചോദിച്ചു, എന്തെങ്കിലും ജാഥ പോകുന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനെന്നാണ്. ആ, പ്രകടനമല്ലോ, അത് പ്രകടിപ്പിക്കലാണല്ലോ. വലാലി ഹല്ലി നഫ്സിഹി, നഫ്സിന്റെ ഹല്ലിന് വേണ്ടിയിട്ടുമല്ല, ലില്ലാഹി മാത്രം. വഖാല, എന്നിട്ട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, മഹത്തായ അഖ്ലാഖുകളെ പൂർത്തീകരിക്കാനാണ് എന്നെ അയച്ചത്. അപ്പം എന്താ അംബിയാ മുർസലീങ്ങൾ തുടങ്ങി കൊടുത്തിട്ടുണ്ട്. ചിലക്ക് ജനിക്കുമ്പോൾ തന്നെ ചിലക്ക് ഉണ്ടായിന്ന് വരാം. അതെല്ലാം എന്താക്കണം, എന്നെ ഇത്മാമാക്കണം, ഉതമ്മിമ. ഖാല അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനന്നാസി ഖുലുഖാൻ, ഖുലുഖിനാൽ അള്ളാഹുവിൻ്റെ പടപ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മെച്ചപ്പെട്ടവരായിരുന്നു. വഅൻ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു മിസ്ലുഹു, അപ്രകാരം തന്നെ പറഞ്ഞിട്ടുണ്ട്. വകാന ഫീമാ ദക്കറഹുൽ മുഹഖിഖൂന, മുഹഖിഖീങ്ങൾ പറഞ്ഞത് എന്താണ്, ഇത് മജ്ബൂലൻ അലൈഹ ഫീ അസ്ലി ഖൽഖതിഹി വഅബലി ഫിത്രതിഹി എന്നാ പറയുന്നത്. തങ്ങളെ ജന്മത്തിൽ തന്നെ എന്തായി, ഖിൽഖത്തിൽ തന്നെ അള്ളാഹു തആല ഊട്ടപ്പെട്ടതാണ്. അല്ലാണ്ട് വേറെ ശേഖന്റെ അടുക്ക പോയിട്ട് കുറെ സുഹബത്ത് കൊണ്ടും കുറെ റിയാദ കൊണ്ടും എന്താക്കും. തങ്ങൾ ശേഖരം ഇപ്പം ചോദിക്കുന്നുണ്ടല്ലോ,
ഷെയ്ഖിനെ പിൻപറ്റുന്നോ? തങ്ങൾ ആരെ പിൻപറ്റീന്? ഷെയ്ഖിന. തങ്ങൾക്ക് ഷെയ്ഖ, തങ്ങൾ ഏതാ തരീഖത്ത്? ഖാദിരിയ, ദിഫായിയെ? ഇവിടെ പട്ടിക്കാട്ടുനിന്ന് സബക്ക് മതം ചോദിച്ചിന് നബി സല്ലല്ലാഹു അലൈഹി ഏത് മതമിൻ്റെ ആളാണ്? ഷാഫി മദ്ഹബ് എന്നത്. ഇപ്പോൾ ഒരാളെ ചിരിപ്പിക്കുക, KK തന്നെ അറിയായിട്ടല്ല, ഷാഫി മദ്ഹബ് ഇവിടെ വന്നത്. ചോദ്യം കേട്ടിട്ടില്ലേ? അപ്പം ഇത് മജ്ബൂലാണ് എന്നാണ് മുഹഖിഖീങ്ങൾ പറഞ്ഞത്. അങ്ങനെ തന്നെ അല്ലാഹു തആല പഠിച്ചുണ്ടാക്കി. അപ്പം മുക്തസബിൽ പെട്ടതല്ലത്. ലം തഹസുൽ, അതിൻ്റെ അർത്ഥം തന്നെ പറയും, ലം തഹസുൽ ലഹു ബിക്തിസാബിൻ വലാ റിയാദത്തിൻ, അധ്വാനിച്ചുണ്ടാക്കിയതോ റിയാദ കൊണ്ടോ ഉണ്ടാക്കിയതല്ല. ഇല്ലാ ബിജൂദിൻ ഇലാഹിയിൻ, ഇലാഹിയായ ഒരു പ്രത്യേക ഔദാര്യം തന്നെയാണ്. വഖുസൂസിയത്ത് റബ്ബാനിയ, റബ്ബാനിയായ ഒരു പ്രത്യേകതയുമാണ്. മറ്റുണ്ടാക്കിയ ഇലാഹിയില്ല. അത് ഇലാഹി എന്താക്കുന്നൊരു അഹ്വാല് തുടങ്ങി കൊടുത്തിട്ട് അതിന് ഇക്തിസാബ് കൊണ്ട് വളർത്തിയെടുത്തു എന്ന് പറയലാണ്. ഇതിനാണ് കസബ് കൊണ്ട് അത് അമലിലേ ഉണ്ടായി എന്നല്ല അതിൻ്റെ വായന. അല്ല, അസൽ അല്ലാഹു തആല പഠിച്ചു കൊടുക്കാത്ത കാലത്തോളം ഇവനെ എടുത്തുണ്ടാകല്. ഇത് അസൽ ജദിബില്ലാതെ കണ്ട്, ജദിബ് എന്ന ഭ്രാന്ത് എന്നതല്ല അർത്ഥം. ഞാൻ ശിഹാബ് കഴിച്ചതൊക്കെ. അപ്പോൾ ഈ സമുദായത്തിൽ ഇങ്ങനെ ഒരു ദുഷ്പേരുണ്ടാക്കിയിട്ടുണ്ടല്ല, അത് തിരുത്തണ്ടേ? ആരാ തിരുത്തേണ്ടത്? തിരുത്തേണ്ട ആളല്ലേ പറയുന്നത് ഭ്രാന്താണെന്ന്. മറ്റൊക്കെ തിരിച്ചുണ്ടാവില്ലല്ലോ അല്ലേ? പണ്ട് നിന്നോട് ആരോ മത്സരിച്ചില്ലേ? ഞാനുണ്ട്. ഏയോല അൻവാറിൽ മുവാജഹത്താണ് എന്ന് പറഞ്ഞതിന് ഉണക്കുള്ള തട്ടിക്കേറി, എനിക്ക് ഓർമ്മയില്ല. ഇനി അപ്പം മറ്റുള്ള അമ്പിയാക്കളെ ഹാലെന്താണ്? ഓർ തന്നെ ജനിക്കുമ്പോൾ തന്നെ മജ്ബൂലാണോ അല്ലയോ എന്നാണ്, ആണെന്നാണ് മൂപ്പർ പറയുന്നത്. എന്നിട്ട് അതിൻ്റെ തെളിവ് ധരിച്ചിട്ട് ഔലാ ഖിയാസ് കൊടുക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ പറയുന്നത്, വഹകദാ സായിറുൽ അംബിയാഇ സ്വലവാത്തുല്ലാഹി വസലാമുഹു അലൈഹി വഅലൈഹിം, എല്ലാ അമ്പിയാക്കളുടെ ഹാലും അങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ട്? വമൻ ത്വാലഅ സിയറഹും, അംബിയ മുർസലീങ്ങളുടെ സീറത്തുകൾ ഒരാൾ മുതാല ചെയ്താൽ, മുൻദു സിബാഹും, അവർ ജനിച്ച കാലം മുതൽ ഇലാ മബ്അസിഹിം, അവർ റസൂലാക്കി ആക്കുന്നത് വരെയുള്ള സീറ. അപ്പം അതിന് ശേഷം പിന്നെ പറയേണ്ടതില്ലല്ലോ. ഹഖഖ ദാലിക, അത് തഹഖീഖാവുന്നതാണ്. ഓരോ ഉദാഹരണം പറയും. കമാ ഉരിഫ മിൻ ഹാലി മൂസ വ ഈസ വ യഹ്യ വ സുലൈമാന അലൈഹിമുസ്സലാത്തു വസ്സലാം, അവരുടെ ചരിത്രം നോക്കിയാൽ തന്നെയാണ് വഗൈരിഹിം, അങ്ങനെ മറ്റുള്ള അമ്പിയാക്കളുണ്ട്. ബൽ ഗുരിസത്ത് ഫീഹിം ഹാദിഹിൽ അഖ്ലാഖു ഫിൽ ജിബില്ല, അവരെ പടപ്പത്തകത്തിൽ തന്നെ എന്താക്കിയത് ഇത് അല്ലാഹു തആല വെച്ചു കൊടുത്തതാണ്. വഊദിഉൽ ഇൽമ വൽ ഹിക്മത ഫിൽ ഫിത്ര, അവരുടെ ജന്മത്തിൽ തന്നെ ഇൽമ ഹിക്മത്ത് അല്ലാഹു തആല നിക്ഷേപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു നബിയുടെ എവിടെ ഓതാൻ പോയി ചോദിക്കേണ്ട ആവശ്യമില്ല, എന്തൊക്കെ കിതാബാ ഓതിയെന്ന് ചോദിക്കണ്ട. هذا قال الله تعالى وآتيناه الحكم صبيا. അതെ, ഇബ്രാഹിം മറിയം ബീബിനെ അലൈഹിസ്സലാത്തു വസ്സലാം പ്രസവിച്ചല്ലോ, ഈസാ അലൈഹിസ്സലാമിന്. അപ്പം ഈസാ അലൈഹിസ്സലാമിനെ പറ്റിയാണല്ലോ പറയുന്നത്, കുട്ടിയായ കാലം മുതൽക്ക് തന്നെ നാം അവർക്ക് എന്താക്കി ഹുക്മ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഹുക്മിന് നബുവത്താണ് എന്നൊരർത്ഥമുണ്ട്. നബുവത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ഇൽമും ഹിക്മത്തിന്. അതുകൊണ്ടാണ് നബുവത്ത് 40 ശേഷം കൊടുക്കൽ എന്ന് ഒരു കൗലുണ്ട്. അത് ഈ ജൗഹറത്തെ ഞാൻ മോദിയതാണ്. ആ അതല്ല, അത് അതിനെതിരല്ല ഭാഗത്തിന് കുട്ടിക്കാലത്തെ നബുവത്ത് കിട്ടിയെന്നല്ല പറയുന്നത്. ഖാലൽ മുഫസ്സിരീങ്ങൾ പറയുന്നു, ഉഅ്തിയ യഹ്യ അലൈഹിസ്സലാമിന് നൽകപ്പെട്ടിട്ടുണ്ട് അൽ ഇൽമ ബി കിതാബില്ലാഹി തആല, അള്ളാഹുവിൻ്റെ കിതാബ് കൊണ്ടുള്ള ഇൽമ് ഫി ഹാല് സിബാഹ്, കുട്ടിക്കാലത്ത് തന്നെ. അപ്പം ഇതെല്ലാം എന്തിനാ വെക്കുന്നത്? മറ്റുള്ള അമ്പിയാക്കൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഔലാ ഖിയാസ് കൊണ്ടും തങ്ങൾക്ക് വേണ്ടി എന്താണ് തങ്ങൾക്ക് വേണ്ടിയുള്ള ആയത്തെല്ലാം കൊണ്ടിരിക്കുന്നു. വഖാല മഅ്മർ പറയുന്നു, കാന ഇബ്ന സനതൈനി ഔ സലാസിൻ,
ആ ഇൽമും കൊടുക്കുന്ന അവസരത്തിൽ യഹ്യ അലൈഹിസ്സലാം 2 3 വയസ്സാ പ്രായം. ഫഖാല ലഹു സിബിയാൻ, കുട്ടികൾ മൂപ്പരോട് പറയുന്നു, ലിമലാ തൽഅബു, മോനെ കളിക്കുന്നില്ലേ? ഫഖാല അലില്ലഅബി ഖുലിഖതു, കളിക്കാൻ വേണ്ടിയാണോ എന്നെ പടക്കപ്പെട്ടത് എന്ന് തിരിച്ചു ചോദിച്ചു. വഖീല ഫീ ഖൗലിഹി തആല മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹ്, ആരെപ്പറ്റി? യഹ്യ അലൈഹിസ്സലാമിനെ പറ്റിയാണ്. മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹ്, അള്ളാഹിൻ്റെ വക്കൽ നിന്നുള്ള ഒരു കലിമത്ത് കൊണ്ട് തസ്ദീഖാക്കുന്നവർ. ആ കലിമത്താര ഈസാ അലൈഹിസ്സലാമാണെന്ന് പറയുന്നു. അപ്പോൾ ഈസാ അലൈഹിസ്സലാമിൻ്റെ റിസാലത്ത് കൊണ്ട് ഓർ വിശ്വസിക്കുന്നുണ്ട്. എല്ലാ അമ്പിയാക്കളും പരസ്പരം വിശ്വസിക്കുമല്ലോ. സദ്ദഖ യഹ്യ, അതാ സദ്ദഖ യഹ്യ, യഹ്യ അലൈഹിസ്സലാം തസ്ദീഖാക്കിയിരുന്നു ബി ഈസാ, അതാ ബി കലിമത്തിൻ. ഈസാ അലൈഹിസ്സലാമിന് കലിമത്ത് എന്നൊരു സ്ഥാനപ്പേരുണ്ട്. കലിമത്ത് മിനല്ലാഹ്. എപ്പോഴാണ്? വഹുബിന് സലാത്ത് സിനി, 3 വയസ്സാണ് അവർക്ക് പ്രായം. ആർക്ക്? യഹ്യ. അപ്പോൾ ഷഹീദ ലഹു, അപ്പോൾ ഈസാ അലൈഹിസ്സലാമിന് മൂപ്പർ സാക്ഷ്യം വഹിച്ചു, അന്നഹു കലിമത്തുല്ലാഹി വറൂഹുഹു, അള്ളാഹുവിൻ്റെ കലിമത്തും അള്ളാഹുവിൻ്റെ റൂഹ്. അള്ളാഹിൻ്റെ റൂഹ് അള്ളാഹിൻ്റെ റൂഹത്തിന് മുറിച്ചിട്ട് അടപ്പിട്ടിരുന്നല്ല, അള്ളാഹിനെ കൊണ്ട് ചേർക്കപ്പെട്ട പ്രത്യേക മുഖദ്ദസായ റൂഹ്, റൂഹുൽ ഖുദ്സ്. റൂഹ് ഖദീമ ഹദീസ? പിന്നെ ഖദീമ എന്ന് പറഞ്ഞാലോ അല്ല, ഖദീമെന്ന് ചിലർ പറഞ്ഞല്ല. പറഞ്ഞു അതിനൊക്കെ മറുപടി എല്ലാം പറഞ്ഞു. ഇനി ബെഞ്ചും ഡെസ്കിനവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ചോദിക്കേണ്ടത് അവിടെയാണ്, നമ്മളെ ഡെസ്കിനോട് ചോദിച്ചു എന്ന് പറയാം. വക്കീല, അപ്പോൾ ഇവിടെ 3 വയസ്സെന്നാണ് പറഞ്ഞത്. ഒരു കീലയുള്ളത് സദ്ദഖഹു വഹുവ ഫീ ബത്നി ഉമ്മിഹി, ഉമ്മാൻ്റെ വാറ്റി കിടക്കുന്ന കാലത്ത് തന്നെ തസ്ദീഖാക്കിന. പറയും അതിനേക്കാൾ മുന്തി, 3 കൊല്ലം മുന്തിയില്ലേ. എന്തുകൊണ്ട്? വക്കാനത്ത് ഉമ്മു യഹ്യ, യഹ്യ അലൈഹിസ്സലാമിൻ്റെ ഉമ്മ പറയും തഖൂലു മറിയം ബേബിയോട്, ഒരു ബന്ധം തിന്ന ഫാഖൂദിൻ്റെ 2 പെമ്മക്കളാണ്. ഒന്ന് ഹന്നത്ത് ബീബിയും ഒന്ന് യശാഉ, അവളുടെ സഹോദരി. ഹന്നത്ത് ബീബിൻ്റെ വിഷയമല്ലേ പറഞ്ഞത്, നേർച്ചയാക്കി എന്ന് പറഞ്ഞത്, ഏട്ടത്തി അനിയത്തിയാണ്. അപ്പോൾ യശാ ആണ് യഹ്യ അലൈഹിസ്സലാമിൻ്റെ ഉമ്മ, സക്കരിയ അലൈഹിസ്സലാമിൻ്റെ മോന്. യഹ്യ ഇബ്നു സക്കരിയ അല്ലേ. അപ്പോൾ മറിയം ബീബിൻ്റെ ഉമ്മാരായി അവർക്ക് ഇളയമയി, അല്ല മൂത്തമ്മ, മൂത്തറല്ലേ ഹന്നത്ത്. അപ്പം മറിയം ബീബിനോട് പറയും, ഇന്നി അജിദു മാ ഫീ ബത്നി, എൻ്റെ വയറ്റിലുള്ള കുട്ടിയുണ്ടല്ലോ, അതാ യഹ്യ. യസ്ജുദു ലിമാ ഫീ ബത്നിക്കി, നിങ്ങളെ ബത്തിനുള്ള ആക്ക് വേണ്ടി സുജൂദ് ചെയ്യുന്നത് തഹയ്യത്തുല്ലഹു, തഹയ്യത്തിൻ്റെ സുജൂദ് ചെയ്യുന്നുണ്ട് എന്ന് ഉമ്മ പറയും. അപ്പോൾ ഈസാ അലൈഹിസ്സലാം മുലുൽ അസ്മാ മുർസലല്ലേ, അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെയാണെന്ന് പറഞ്ഞ് ഉമ്മാൻ്റെ വയറ്റിലുള്ള അവസരം തന്നെ എന്ന് പറഞ്ഞതിൻ്റെ തെളിവാകുത്ത്. വഖദ് നസ്സല്ലാഹു തആല അലാ കലാമി ഈസാ, ഈസാ അലൈഹിസ്സലാമിൻ്റെ കലാമിനെ അല്ലാഹു തആല വ്യക്തമാക്കി എടുത്തു വെച്ചു. ആരോട്? ലി ഉമ്മിഹി, ഉമ്മാനോട് പറഞ്ഞത്. ഇന്ദ വിലാദത്തിഹാ ഇയ്യാഹു, ഈസാ അലൈഹിസ്സലാമിനെ പ്രസവിക്കുന്ന നേരത്ത് ബി ഖൗലിഹി ലഹ, ഉമ്മാനോട് പറഞ്ഞെന്താണ്? ലാ തഹ്സനി ഫനാദാഹാ മിൻ തഹ്തിഹാ അല്ലാ തഹ്സനി ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയ്യാ. അത് ഈസാ അലൈഹിസ്സലാമാണ് പറഞ്ഞതെന്നാണ് ഒരു തഫ്സീർ. അതുകൊണ്ട് ഫനാദാഹ, മറിയം ബീബിയെ വിളിച്ചു പറഞ്ഞു, മിൻ തഹ്തിഹ, ഓരോ തഹത്തിൽ നിന്ന്. ആര് വിളിച്ചു പറഞ്ഞു? തഹത്തൻ്റെ ഫായിലാരി അല്ല, നാദാഹൻ്റെ. വനാദാഹ എന്ന് പറഞ്ഞ നാദാക്ക് ഫായില് വേണ്ട ഇവിടെ. അപ്പോൾ ഒരു ഖിറാത്ത് പ്രകാരം മൻ തഹ്തഹ എന്ന് ഖിറാത്ത് ഉണ്ടല്ലോ, അപ്പോൾ മന്ന് ഫായിലായി. എന്താ പറയുന്നതാ? അലാ ഖിറാത്തി മൻ ഖറഅ മൻ തഹ്തഹ എന്ന ഖിറാത്ത് പ്രകാരം ഓതിയ നാദാന്റെ ഫായിലായി, കുട്ടിയായി ഈസാ അലൈഹിസ്സലാമായി. വഹിയ ഖിറാത്തു ഇബ്നു കസീർ വഅബി അംറിൻ വഇബ്നു അംരി വഅബി ബക്കർ അൻ ആസിം. ആസിമിനെ തൊട്ട് 2 റിവായത്തുള്ളത്, ഒന്ന് ഹഫ്സിൻ്റെ റിവായത്ത്, ഒന്ന് അബൂബക്കറിൻ്റെ റിവായത്ത്. വറുവൈസിൻ അൻ യാഖൂബ ഫഹുവ മുതവാത്തിറത്തുൻ മിനസ് സബ്അ,
അപ്പം 7 ഖിറാത്തിൽപ്പെട്ട ഖിറാത്താണ് മൻ. അപ്പം അപ്രകാരം എന്തായി? ഫനാദാഹാൻ്റെ ഫായിലായി. ഇനി മന്നാരാന്ന് ഇനി ചിന്തിക്കണ്ടി. മന്ന് എന്ന് പറഞ്ഞാൽ മുബഹമാണല്ലോ, ആ ശേഷം കൊണ്ട് തിരിയും. മൗസൂല പറഞ്ഞാൽ സില കൊണ്ട് തിരിയുമല്ലോ. കാലത്തവരി കറാലിക്ക് ബാദു ഖുറായിൽ കൂഫത്തി വൽ ബസറത്തി ബിമാന ഫനാദഹല്ലത് അല്ലദി. അല്ലദീന മന്നിൻ്റെ മാന. മൻ മൗസൂലല്ലേ, അതിനെന്താക്കി അല്ലദീ മൗസൂലാക്കി മാറ്റി തഹത്തഹ. അല അന്നല്ലദീ തഹത്തഹ എന്ന് നോക്കേണ്ടത് ആ തഹത്തിലുള്ളത് ആരുന്ന ആ മൻ എന്ന് പറഞ്ഞ ആള്. അന്നഹുല്ലദീ നാദാ ഉമ്മഹു, ഈസാ അലൈഹിസ്സലാമാണ് ഉമ്മാനോട് വിളിച്ചു പറഞ്ഞതും ഓറാണ് എന്നാ പറയുന്നു. അപ്പം എല്ലാം കഴിഞ്ഞ്. ഇനി വഅല ഖൗലി മൻ ഖാല ഇന്നൽ മുനാദിയ ഈസ. അപ്പോൾ അവിടെ 2 കോലെടുക്കണം. ഒന്ന് മൻ തഹത്തഹ എന്ന ഖുറായിൻ്റെ ഖിറാത്ത് എടുക്കണം. ഖിറാത്ത് എടുക്കുമ്പോൾ മന്നാരായി മൗസൂലിയായി. ഇപ്പം മോദി വരുന്ന ഖിറാത്ത് പ്രകാരം മിന്നൽ ജർദിനർഫാൻ മിന്ന ജർദിനർഫാൻ മണ്ണ് പ്രകാരം വന്ന് ഹർഫിട്ട് ഇസ്മിലേക്ക് പോയി മൗസൂല. അപ്പം മൻ മുബഹമാകുമ്പോൾ ആരാണ്? അതും തിരിയണം. അപ്പം 2 കോലുകൾ തിരിയണം. ഒന്ന് മൻ തഹത്തഹാൻ്റെ ഖിറാത്ത് കൊടുക്കുക. ആ മൻ എന്ന് പറഞ്ഞത് ആരാണ്? ഈസാ അലൈഹിസ്സലാമാന്നും കൂട്ടി വായിച്ചാൽ എന്ത് കിട്ടും? ഈസാ അലൈഹിസ്സലാമ വിളിച്ചു പറഞ്ഞു എന്ന് കിട്ടും. അപ്പം ഉമ്മാനെ സമാധാനിപ്പിക്കാൻ വേണ്ടി സംസാരിച്ചതായിട്ടത്. ഇനി വനസ്സ അലാ കലാമിഹി ഫീ മഹ്ദിഹി. തൊട്ടിൽ കിടക്കുന്ന അവസരത്തിൽ പറഞ്ഞ കലാം ഖുർആനിലുണ്ട്. ഖാല ഇന്നി അബ്ദുല്ലാഹ് ഫഅശാറത ഇലൈഹി. ആരിലേക്ക്? ഈസാ അലൈഹിസ്സലാമിലേക്ക് സൂചിപ്പിച്ചിട്ടാ പറയുന്നത്. കൂട്ടി പറഞ്ഞോളൂ. ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ എന്ന് തുടങ്ങിയിട്ടില്ല. ആഖിരി കുറേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അള്ളാഹിൻ്റെ അബ്ദാണ്. അപ്പോൾ അബ്ദെന്ന ഭാവിയിൽ എന്നെ അള്ളയാക്കുന്നവർക്ക് മറുപടി ഞാൻ അബ്ദ, ഞാൻ ഇലാഹൊന്നുമല്ല. പിന്നെ ആതാനിയൽ കിതാബ, എനിക്ക് കിതാബ് നൽകപ്പെട്ടിട്ടുണ്ട്. ഇഞ്ചീലി അല്ല, ഇഞ്ചീലി എന്നെയോ നബിയുമാക്കിയിട്ടുണ്ട്. അപ്പം ഈ വാക്കുകൊണ്ടെന്തായി? ലമ്മാ തകല്ലമ ബിദാലിക അലിമു ബറാഅത മറിയം. ഒന്ന് മറിയം ബീബി ബരീഅത്താണ്, ഇവർ ആക്ഷേപിക്കുന്നൊന്നും ഓർക്കുണ്ടായിട്ടില്ല അല്ലേ. സുമ്മ സഖത്ത ഹത്താ ബലഗ മുദ്ദത്ത തകല്ലുമി ലിയംസാലിഹി. അതത് തകല്ലുമിൻ്റെ മുദ്ദത്ത് എത്തിയിട്ടില്ലല്ല. അപ്പോൾ അതും സംസാരിച്ചിട്ട് മൂപ്പർ സംസാരം മതിയാക്കി. വജഅല അവ്വല തകല്ലുമിഹി ലിഖ്റാറ ബിൽ ഉബൂദിയ്യ. കണ്ടാ, ആദ്യത്തെ സംസാരം ഉബൂദിയ്യത്ത് സമ്മതിക്കലാണ്. പിന്നെ ഈ ബിത്താലി ഖൗലിൻ നസാറ ഇന്നഹു ഇബ്നുല്ലാഹ്, അള്ളാഹിൻ്റെ മോനാണ് എന്ന് നസാറാക്കൾ ഭാവിയിൽ പറയും. അത് ഇപ്പം തന്നെ ബാത്തിലാക്കി വെച്ച്. ബിഅന്നൽ വലദ ലാ യകൂനു അബ്ദൻ. അപ്പം ഏത് കാലത്താണ്? കുട്ടിയായ കാലം. വഖാല തആല ഫഫഹംനാഹാ സുലൈമാൻ വകുല്ലൻ ആതൈനാ ഹുക്മൻ വഇൽമാ. ദാവൂദ് അലൈഹിസ്സലാമിൻ്റെ മകനാണ് ആര്? സുലൈമാൻ. ദാവൂദ് അലൈഹിസ്സലാം ഒരു കേസിലൊരു തീരുമാനം പറഞ്ഞു. ആ തീരുമാനം ശരി തന്നെയാണ്. അപ്പോൾ അതിങ്ങനെയായിരുന്നു വേണ്ടത് എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം അതിനെ തിരുത്തു കൊടുക്കുന്നു. അതാ അപ്പം ആ സുലൈമാനാണ് അതിനെ മനസ്സിലാക്കി കൊടുത്തത്. പക്ഷേ അതുകൊണ്ട് ദാവൂദ് അലൈഹിസ്സലാം ഉപ്പ പൊട്ടനെന്നർത്ഥം. വകുല്ലൻ ആതൈനാ ഹുക്മൻ വഇൽമ, 2 ആക്കും എന്താക്കണം? ഇൽമും ഹുക്മും എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഓരോന്നിലെ തീരുമാനങ്ങളുണ്ടല്ലോ. മൂന്നാം നമ്പർ ഇശാറത്തൻ ഇലാ ഖിസ്സത്തി സുലൈമാൻ ഇദ് ഊതിയൽ ഹുക്മ സ്വബിയ്യ. സുലൈമാൻ അലൈഹിസ്സലാമിന് ഹുക്കം കൊടുത്ത് സബിയല്ലേ. വഅംറുഹു ഇദ്ദാക 11 സന, അന്ന് 11 വയസ്സായിരുന്നു. എന്തിനാണ്? ഫിൽ ഗനമില്ലത്തി നഫശത്ത് ഫിൽ ഹർത്തി. കണ്ടാ, റഅത്തുഹു ലൈലൻ, രാത്രി
ഒരു തോട്ടത്തിൽ കയറിയിട്ട് ആടെന്താക്കി നശിപ്പിച്ച് ചെള്ളം തിന്നിട്ട് വാപ്സതത്തു, അതാണ് കേസ്. വക്കാന യജ്ലിസു അലൽ ബാബില്ലദി യഖ്റുജു മിൻഹുൽ ഖുസൂം ഫതഖാസമ റജുലാനി ലിഅഹദിഹിമാ ഹറസുൻ വലിൽആഖിരി ഗനമുൻ. അതാ കേസ്. മൂപ്പറ് ആ കേസ് വിസ്താരത്തിന് വേണ്ടി ഇരിക്കുന്ന വാതിലുണ്ടല്ലോ, അവിടെ ഇരുന്നിട്ടപ്പോൾ രണ്ട് ആളുകൾ കേസ് വന്നു. ഒരു കേസ് എന്താണ്, എനിക്ക് ഹരസുണ്ട്, മറ്റേയാൾക്കോ ആടുമുണ്ട്. ഇയാൾ ആട് എൻ്റെ ഹിർസി നശിപ്പിച്ചു എന്നാ പറയുന്നത്. ദഹനത്ത് ഹർസഹു ഫഅഫ്സദതു ഫഹകമ ദാവൂദ് ബിദഫ്ഇൽ ഗനമി ലിസാഹിബിൽ ഹർസി. ഈ കൃഷിക്കാരൻ എന്താകണം, ആട്ടിനെ കൊടുക്കണമെന്ന് ആര് വിധിച്ച്? ദാവൂദ് അലൈഹിസ്സലാം. അലാ യബ്കൽ ഹർസു ബിയദിഹി, ഹർസ അയാളുടെ കൈമൽ തന്നെ നിന്നിട്ട്. അപ്പോൾ ആട്ടിനെ എന്താക്കണം, എനിക്ക് അപ്പാറത്തായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു, നശിപ്പിച്ചാകിയില്ല. ഫലമ്മാ ഖറജ അലാ സുലൈമാന, അങ്ങനെ അവർ കേസ് വിസ്താരവും കഴിഞ്ഞിട്ട് സുലൈമാൻ അലൈഹി സ്വലാമിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ സഅലഹുമ അമ്മ ഹക്കമലഹുമ, ഉപ്പ എന്താ വിധി പറഞ്ഞത്? കൃഷിക്കാരൻ നാട്ടിന് കൊടുക്കണം. അങ്ങനെ അബീഹി, ഉപ്പാലേക്ക് പോയി. വക്കാല ഇന്നി റായിത്തുമാഹു ഔഫഖുബിൽ ജമീ, രണ്ടാക്കും പറ്റിയ ഒരു തീരുമാനം എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഉപ്പാനോട്. സാഹിബുൽ ഖനമിൽ ഹർസ, ഈ സാഹിബുൽ ഖനമുണ്ടല്ലോ, ആട്ടിൻ്റെ ഉടമ, അതല്ലേ നശിപ്പിച്ചത്, ഹർസിനെ വില കിട്ടുക. ഫയുഖവിമ അലൈഹി ഹത്താ യഊദ ലിമാ കാന അലൈഹി, അങ്ങനെ നശിപ്പിച്ചതിൻ്റെ കതിരത്തടിയാണോ അത് ആകുന്നത് കൊടുത്തിട്ട് ഒന്ന് കൊടുത്തു തീർക്കുക. അപ്പം നഷ്ടപരിഹാരമേ ഉണ്ടു, തോട്ടം തേച്ചും കൊടുക്കണ്ടില്ല. ആദ്യം ആട്ടിനെ തേച്ചു വയഖുദ സാഹിബുൽ ഹർസിൽ ഖനമ, എന്നിട്ടോ കൃഷിക്കാരൻ നാട്ടിനെ വാങ്ങിയിട്ട് ഫയന്തഫിഉ ബിനസലിഹാ വറൈഇഹാ, അതിൽ നിന്ന് കിട്ടുന്ന സന്താനങ്ങളെ കൊണ്ടും അതിൻ്റെ വരുമാനങ്ങളെ കൊണ്ടും അയാൾ എന്താകട്ടെ, ഉപകരിക്കട്ടെ എന്ന് പറഞ്ഞു. ഫൈദാ ആദൽ ഹർസു ലിഹാരിഹി, അങ്ങനെ ഹർസ് എന്തായി, വളർന്ന് വന്നിട്ട് അതിൻ്റെ പൂർവ്വസ്ഥിതിയിലെത്തിയാൽ ഷറഫ മിൽക്കു സാഹിബിഹി ലഹു, ഇനി സാഹിബിന് തിരിച്ചു കൊടുക്കണം. ഇതാണ് രണ്ടാക്കും പറ്റിയ തീരുമാനം എന്ന് പറഞ്ഞു. ഈ ഫഹ്മ് ആയിരിക്കാന്ന് സുലൈമാൻ അവിടെ അത് ചുരുക്കത്തിൽ ഖാദി എന്നുള്ള നിലയ്ക്ക് വെറും മുജ്തഹിദീങ്ങളാണല്ലോ. അവിടെയാണ് സുലൈമാൻ അലൈഹി സ്വലാമിന്. അതുകൊണ്ട് എന്താ പറഞ്ഞില്ല, ദാവൂദ് അലൈഹി സ്വലാം പിഴച്ചു എന്ന് പറഞ്ഞിട്ടില്ല. രണ്ടാക്കും ഇൽമു ഹിക്മത്തും ഉണ്ട്, പക്ഷെ കൂടുതൽ ഫഹ്മ് കൊടുത്തത് സുലൈമാൻ. വഖദ് ദുകിറ മിൻ ഹുക്മി സുലൈമാന വഹുവ സബിയ്യുൻ യൽഅബു ഫീ ഖദിയ്യത്തിൽ മർജൂമത്തി വഫീ ഖിസ്സത്തി സബിയ്യിൽ മഫ്തദാ ബിഹി ദാവൂദ് അബൂഹു. സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ വിഷയത്തിൽ പറഞ്ഞിട്ട് ഒരു കളിക്കുന്ന പ്രായത്തിലുള്ള കുട്ടിയാണ്, ഏത് ഒരു മർജൂമത്തിൻ്റെ കഥയിൽ, അതിവിടെ പറഞ്ഞിട്ട് കാണുന്നില്ല. സാറാ അതിലുണ്ടാകും, ഒന്നിലുള്ളത് മറ്റേതിലില്ല. إلى ابن عباس أن امرأة حسناء في بني إسرائيل راودها عن نفسها أربعة من رؤساء فامتنعت على كل منهم فاتفقوا فيما بينهم عليها عند داوود أنها مكنت من نفسها كلبا لها ثم عورته ذلك منها فأمر برجمها فأمر. فلما كانت عشية ذلك اليوم جلس سليمان واجتمع وله معه ولدان مثله فانتصب حاكما وتزيا أربعة منهم بزي أولئك وآخر بزي المرأة وشهدوا عليها بأنها مكنت من نفسها كلبا. فقال سليمان عليه السلام فرقوا بينهم. فسأل الأول ما كان لون الكلب فقال أسود فعزله. واستدعى الآخر فسأله عن لونه فقال أحمر. وقال الآخر أخبش. وقال الآخر أبيض. فأمر عند ذلك بقتلهم. فحكى داوود ذلك لداوود فاستدعى من فور أولئك الأربعة فسألهم منفردين عن لون ذلك الكلب
فاختلفوا عليه فأمر بقتلهم المناهل മനഹാനായ സുയൂത്തി ഇമാമിൻ്റെ കിതാബാണ്. വല്ലാഹു അലം ബിസിഹത്തി ഹാദൽ ഖബർ എന്ന് പറഞ്ഞു. ഈ ഖബർ ശരിയാണോ എന്ന് തീരുമാനിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞു. അത് സുയൂത്തി ഇമാമിൻ്റെ കിതാബാണ് മനാഹിൽ. വഫീ ഖിസ്സത്തി സബിയ്യി മഫ്തദാ ബിഹി ദാവൂദ് അലൈഹിസ്സലാം. അതിൻ്റെ കിസ്സ ഉണ്ടാവില്ല, അതുണ്ടാകും എവിടെയും. ഇതാണ് വൈഹാണ്. أبي هريرة عن النبي قال بينما امرأتان معهما ابناهما جاء الذئب فذهب بابن إحداهما فقالت هذه لصاحبتها إنما ذهب بابنك أنت. وقالت الأخرى إنما ذهب بابنك. فتحاكمتا إلى داوود فقضى به للكبرى. فخرجت على سليمان عليه السلام فأخبرتاه فقال ائتوني بالسكين هشكه بينكما. فقالت الصغرى لا يرحمك الله هو ابنها. فقضى به للصغرى. അപ്പം ഇതിൽ മറ്റേ ഹദീസിനെ പറ്റി മൂപ്പർ മാറ്റി പറഞ്ഞില്ല. ചുരുക്കത്തിൽ രണ്ടുമ്മമാരുണ്ട്, രണ്ടാൾക്ക് ഓരോ കുട്ടികളുമുണ്ട്. ഒന്നിനെ ചെന്നായി പിടിച്ച് കൊണ്ടുപോയി. അപ്പോൾ ആ പെണ്ണുങ്ങൾ പറഞ്ഞ ചെന്നായി കൊണ്ടുപോയത് മറ്റേ കുട്ടിയാണ്, ഈ കുട്ടിയാണെന്നും പറഞ്ഞിട്ട് തർക്കം കൂടി. അങ്ങനെയാണ് ചുരുക്കത്തിൽ അവിടെത്തി ദാവൂദ് അലൈഹി സ്വലാമിനടുത്ത്. അവിടെ സുലൈമാൻ അലൈഹി സ്വലാം വിധി പറഞ്ഞ എന്താണ്, ആർക്ക് തീരുമാനിക്കാൻ ഒരു കത്തി ഉണ്ടാകുന്നുണ്ട്, ഒരു കുഞ്ഞിനടുത്തൊക്കെ പേതി എനിക്കും തരാം. അപ്പോൾ ഒരു ഉമ്മ ബാവിട്ട് കരഞ്ഞ് എൻ്റെ കുഞ്ഞിനെ കൊല്ലാം. അപ്പോൾ മറ്റോട് സമ്മതിക്കുകയും ചെയ്തല്ല. അപ്പോൾ സ്വന്തം കുഞ്ഞാണെങ്കിൽ മുറിക്കാൻ സമ്മതിക്കൂല. നല്ല തീരുമാനമല്ലേ? അതാണ് ഇത്. മഫ്തദാബിഹി ദാവൂദ് അതിൻ്റെ ബദലാണ് അബൂ, ഉറപ്പയായ ദാവൂദ്. വഹക്കത്തബരിയു അന്ന അമ്രഹു കാന ഹൈന ഊത്തിയൽ മുൽക്ക ഇസ്നൈ അശറ ആമൻ. അവർക്ക് ആ മുൽക്കും ഈ അധികാരവും നൽകപ്പെടുന്ന ഇത് 12 വയസ്സാ പ്രായം. അതുകൊണ്ടെന്നെല്ലാം എന്താ വന്ന ഇൽമും ഹിക്മത്തും ഓരോ ജന്മത്തിൽ തന്നെ ഉണ്ട്. വകദാലിക ഖിസ്സത്ത് മൂസ മഅ ഫിർഔൻ. മൂസ അലൈഹിസ്സലാമിൻ്റെയും ഫിർഔനിൻ്റെയും കഥ നോക്ക്. വഖറുഹു ബിലഹജത്തിഹി ബഹുവ ത്വഫിൽ. മൂസ അലൈഹിസ്സലാം ചെറിയ കുട്ടിയായ കാലത്ത് ഈ ഫിർഔനെ താടി പിടിച്ച് വലിച്ചു. وقال المفسرون في قوله تعالى ولقد آتينا إبراهيم رشده من قبل എന്ന് പറയുമ്പോണ്ട് ഇപ്പോൾ ഒരു സാധനം ശേഷം ബാക്കിയുണ്ട്. അതേതാ? ഐ ഹദൈനാഹു സഗീറൻ. കുട്ടിയായ കാലത്ത് തന്നെ എന്താക്കിയിട്ടുണ്ട്, മോൾക്ക് റുഷ്ദ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. നുബുവത്തിൻ്റെ മുമ്പായിട്ട്. ഖാല ഹു മുജാഹിദും വഗൈറുഹു. വഖാല ഇബ്നു അത്തായി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇസ്തഫാഹു ഖബല ഇബ്ദാഇ ഖൽഖിഹി. അപ്പോൾ ഖബലുവിൻ്റെ മുനാഫിൻ ഇലൈഹി മാറി. അവരെ പടക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു തആല ഇസ്തിഫാ ചെയ്തിരുന്നു എന്നർത്ഥം. മിൻ ഖബലു തന്നെ. വഖാല ബഅദുഹും ലമ്മാ വുലിദ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചപ്പോൾ ബഅസല്ലാഹു തആല ഇലൈഹി മലക്കൻ, ഒരു മലക്കിനെ അയച്ചു കൊടുത്തു. യഅ്മുറുഹു അനില്ലാഹ്. അള്ളാഹിനെ പറ്റി എന്താക്കും, കൽപ്പന എത്തിച്ചു കൊടുക്കും ആ മലക്ക്. എങ്ങനെ? അൻയഅരിഫഹു ബിഖൽബിഹി, കൽബ് കൊണ്ട് അള്ളാഹിനെ നീ അറിയണം. വയദ്കുറഹു ബിലിസാനിഹി, ലിസാൻ കൊണ്ട് ദിക്റും ചൊല്ലണം എന്ന് പറയും. ഖാല ഖദ് ഫഅൽതു, അപ്രകാരം ചെയ്യും എന്നുണ്ടാക്കി മുമ്പ് സമ്മതിച്ചു. വലം യകൽ അഫ്അലു, ഞാൻ പിറകെ ചെയ്യും എന്ന് പറഞ്ഞിട്ടില്ല, മുമ്പേ ചെയ്യാറുണ്ട് എന്നാ പറഞ്ഞതാണ്. അപ്പം മറുപടി കണ്ടപ്പോൾ അത് ഫഅൽതു എന്ന് പറയാൻ മാദിയായ ഫീലല്ലേ, എന്നല്ലാണ്ട് അഫ്അലു എന്ന് അവന് അപ്പം പിന്നീട് ചെയ്തോളാന്നല്ലേ അർത്ഥം കിട്ടില്ലേ? അങ്ങനെയല്ല പറഞ്ഞു, മാദിയാ ഫീല് കൊണ്ടാണ് മറുപടി പറഞ്ഞത്. അപ്പോൾ ഫദാലിക റുഷ്ദുഹു, അതാണ് ഇത് അതിൻ്റെ റുഷ്ദ്. അള്ളാഹിൻ്റെ കൽപ്പന വന്നാൽ ഞാൻ ഉടനടിയായി ചെയ്ത് തയ്യാറായി എന്നാണ് പറഞ്ഞു വന്നത്. വഖീല ഇന്ന ഇൽഖാഅ ഇബ്രാഹിമ ഫിന്നാരി വമിഹ്നതഹു കാനത്
തീയിലിടലും മറ്റുള്ള പരീക്ഷണങ്ങളും വഹുബിനു സിത്താശറ സന 16 വയസ്സുള്ള സമയത്തായിരുന്നു. വൈന്ന് ഇബ്തിലാഅ ഇസ്ഹാഖ ബിദ്ദഹബിഹി. പക്ഷെ അവിടെ എന്താക്കി, മൂപ്പർ വേറെ കോലിലേക്കാണ് പോയത്. അറുക്കപ്പെട്ടത് ഇസ്ഹാഖ് അല്ലല്ലോ. വഹുബിന് 7 സിനീൻ, 7 വയസ്സ് പ്രായമുള്ളപ്പം. അതെ, അത് ഖുർആൻ കളിമല്ലേ. അപ്പൊ ഇസ്ഹാഖ് അലൈഹിസ്സലാമിനെ അള്ളാഹ് പരീക്ഷിച്ചു ബിദ്ദബ്ഹി എന്ന് പറഞ്ഞ അറുക്കപ്പെടൽ കൊണ്ട്. ഓറല്ലല്ലോ അർത്ഥം, ഓർ അതായത് അറുക്കപ്പെട്ടത് ഇസ്ഹാഖ് അല്ല ഇസ്മായിലാന്ന് സമ്പതി. അപ്പൊ അന്ന് എത്ര വയസ്സ്? 7 വയസ്സ്. വൈന്ന് ഇസ്തിദ്ലാല ഇബ്രാഹിം ബിൽ കൗകബി വൽ ഖമരി വശംസി. ഖുർആനിലുണ്ടല്ല, അൻആം സൂറത്തിൽ ശംസിനെ കണ്ടപ്പോൾ അതിനെ ന്യൂനത പറഞ്ഞു. എന്നിട്ടാണ് അതെന്റെ റബ്ബാണ് എന്ന് അവർ പ്രഖ്യാപിച്ചതല്ല. റബ്ബ് എന്നുണ്ടെന്നാക്കി അവർ പറഞ്ഞപ്പോ അസ്തമിച്ചോ, റബ്ബ് പോയി. അപ്പം കൗക്കബ് ഖമറ് ശംസ് കൊണ്ടുള്ള ഇസ്തിദാൽ നടന്നത് കാന വഹു ഇബ്നു 15 ഷഹ്റ, 15 മാസം പ്രായത്തിലെന്നാണ് പറഞ്ഞത്. ഇവിടെ ഷഹ്റ എന്നാ ഉള്ളത്. അപ്പോൾ 1.5 വയസ്സ്, 1.5 ആയിട്ടില്ല. വഖദ് ഹക അഹ്ലുസ്സിയരി അന്ന ആമിനത ബിന്ത വഹബിൻ റളിയല്ലാഹു അൻഹ, തങ്ങളുടെ ഉമ്മ, അഖ്ബറത് അന്ന നബിയന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുലിദ ഹീന വുലിദ, ജനിക്കുമ്പോൾ ജനിച്ചത് എങ്ങനെയാ? ബാസിത്തൻ യദൈഹി ലൽ അർദ്, 2 കൈയും ഭൂമിയിലേക്ക് പരത്തി വെച്ച്, റാഫിഅൻ റഅസഹു ഇല സമാ, ആകാശത്തിലേക്ക് തല ഉയർത്തിക്കൊണ്ടാണ്. അപ്പം അല്ലാഹു ഒരു സുജൂദിൻ്റെ ഒരു കോലത്തിലാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. വഖാല ഫീ ഹദീസിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദീസിൽ പറഞ്ഞു, ലമ്മാ നശഅതു ബുഗിളത് ഇലയ്യൽ ഔസാൻ, ഞാൻ ജനിക്കുമ്പോൾ വളരുമ്പം തന്നെ ഔസാനിനോട് എനിക്ക് ഭയങ്കര വെറുപ്പാണ് അല്ലാഹു തആല തന്നത്. വബുഗിള ഇലയ്യ ശിർ, അതുപോലെ പാട്ടുണ്ടാക്കലും ഇവരുണ്ടോ അങ്ങനെ. ഊഹിയ ഇലാ യൂസഫ വഹുവ സബിയ്യുൻ, ഒരു കുട്ടിയായ കാലത്ത് വഹി അറിയിക്കപ്പെട്ടു. ഇൻദമാ ഹമ്മ ഇഖ്വതുഹു ബിൽഖാഇഹി ഫിൽ ജുബ്ബി, പൊട്ടക്കണലിടാനാണല്ലോ അവസാനം തീരുമാനമായത്. ആ അവസരത്തിൽ യഖൂലു അല്ലാഹു, ആ കൂട്ടത്തിൽ അല്ലാഹു പറയുന്നു, വഔഹൈനാ ഇലൈഹി ലതുനബ്ബിഅന്നഹും ബിഅംരിഹിം ഹാദാ വഹും ലാ യശ്ഉറൂൻ, ഈ കാര്യങ്ങളെ കൊണ്ട് നിങ്ങളെന്താക്കും? ആ ചേട്ടന്മാരോട് സംസാരിക്കും പിന്നീട്. ഇത് ഇപ്പം പിന്നെ അത് എന്താ ഓരോരുത്തരും മിസലിലേക്ക് എത്തിയില്ലേ, കടലിനടുത്തോടെ പോയിട്ട്. പിന്നീട് രാജാവായി അല്ലാഹു തആല പല പദവി കൊടുത്തു. പിന്നീട് അവിടത്തേക്ക് റേഷൻ വാങ്ങാനോ അരി വാങ്ങാനോ പോകുന്നു. അപ്പം ജ്യേഷ്ഠന്മാർ എന്താക്കി? നിന്നെ ഇന്ന് ചെയ്തില്ലേ, ഇത് ഈ ചെയ്ത നിങ്ങളെ കൊണ്ട് ചെയ്ത കാര്യം നിങ്ങൾ പയ്യെ പറയും, അവർക്ക് തിരിയൂലത് എന്നുള്ള ആ കാര്യം ആ കിണറിലെടുത്ത സമയത്താണ്. ഇലാ ഖരിദാലിക്കും പിന്നെ അഖ്ബാരിയും, അങ്ങനെ ഒരുപാട് അഖ്ബാറുകൾ പറയാനുണ്ട്. അപ്പം ചുരുക്കത്തിൽ ഇജാസാക്കാനുള്ള എല്ലാ ആളും ഒരുക്കിയവിടെ വെച്ചു. എന്നിട്ട് ആമിന ബീവിനെ കൊണ്ട് തുടങ്ങുന്നു. എന്നിട്ടോ വലം അഹുമ്മ ബിശൈഇൻ മിമ്മാ കാനത്തിൽ ജാഹിലിയ്യതു, ജാഹിലിയ കൂട്ടർ ചെയ്യുന്ന ഒരു കാര്യങ്ങളെ കൊണ്ടും എനിക്ക് ചിന്തിച്ചിട്ട് പോലുമില്ല. തഫ്അലുഹു, ആ ജാഹിലിയക്കൾ ചെയ്യുന്നേ, ഇല്ലാ മർറത്തൈനി, 2 തവണയിൽ. പക്ഷെ 2 തവണയും അത് നടപ്പിലായിട്ടുമില്ല. അത് മുമ്പ് നമ്മൾ അയാളെ മതി. ഫഅസമനില്ലാഹു തആല മിന്നാ സുമ്മ ലം അഉദ്. ഇനി കുട്ടിക്കാലത്തെ കൊടുത്തു എന്ന് മട്ട തുടങ്ങിയിട്ട് ഇങ്ങനെ കഥ പറഞ്ഞത്. ഇനി അതിൻ്റെ ബാക്കിയാ പറയുന്നത്. സുമ്മ, ഈ ഭാഗത്ത് ഒരു കണക്ഷൻ നോക്ക്. സുമ്മ യതമക്കനുൽ അംറു ലഹും, കുട്ടിക്കാലത്ത് തന്നെ ജനിക്കുമ്പോൾ തന്നെ വഹിയും ഹുക്കുമും ഹിക്മത്തും എല്ലാം കൊടുക്കും. പിന്നീട് എന്താക്കും? അവർക്ക് തമക്കുൻ,
അതിലെന്താക്കും നല്ല അടിയുറച്ച് നഫഹാത്തുല്ലാഹി തആല അലൈഹിം അവരുടെ മേലിൽ അല്ലാഹു തആലായുടെ നഫഹാത്തുകൾ ഒന്നിൻ്റെ പിന്നാലായിട്ട് എന്താക്കും വന്നു തുടങ്ങും. വതുശ്രിഖു അൻവാറൽ മആരിഫി ഫീ ഖുലൂബിഹിം അവരുടെ കൽബിൽ മാരിഫത്തിൻ്റെ അൻവാർ ഇങ്ങനെ പ്രകാശിക്കാൻ തുടങ്ങും. ഹത്താ യസിലുൽ ഗായ അതിനങ്ങേയറ്റം എത്തുന്നത് വരെ. എന്നിട്ടോ വജബുലുഹു ബിസ്തിഫാഇല്ലാഹി തആല ലഹും ബിന്നുബുവ്വത്തി നുബുവ്വത്ത് കൊണ്ട് അല്ലാഹു തആല ഇസ്തിഫാ ചെയ്യലോടുകൂടി എന്താക്കും ഓരോരുത്തും ഫീ തഹ്സീൽ ഹാദിഹിൽ ഖിസാലി ശരീഫ ഈ തരത്തിലുള്ള സൽസ്വഭാവങ്ങളെ മനസ്സിലാക്കുന്ന വിഷയത്തിൽ അന്നിഹാജത്താ യബുലുഗൂന മഖ്ബൂലാന എന്ന് ചിന്തിക്കുന്നത് നിഹായത്തെത്തുന്നത് വരെ. എങ്ങനെ ദൂന മുമാറസത്തിൻ വലാ റിയാദത്തിൻ മറ്റൊരു ശൈഖിൻ്റെ പക്കന്ന് പഠിച്ചിട്ടോ റിയാദയല്ല. ഖാല അല്ലാഹു തആല വലമ്മാ ബലഗ അശുദ്ധഹു വസ്തവാ ആതൈനാഹു ഹുക്മൻ വഇൽമാ. ആരെപ്പറ്റി? മൂസാ അലൈഹി ഇസ്ലാമിനെ പറ്റി. അശുദ്ധ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി നോക്കാം. പ്രായപൂർത്തി എത്തിയപ്പോൾ വസ്തവ അത് നല്ല തമക്കുനായപ്പോൾ ആതൈനാഹു ഹുക്മൻ വഇൽമാ. ഇനി വഖദ് നജിദു ഗൈറഹും യുത്ബഉ അലാ ബഅദി ഹാദിഹിൽ അഖ്ലാഖി ചിലരെന്താക്കും നമ്മൾ കണ്ടെത്തിക്കാം ചരിത്രത്തിൽ കൂടിയെല്ലാം ചില അഖ്ലാഖിൻ്റെ മേൽ ഊട്ടപ്പെട്ടതായിട്ട് ദൂന ജമീ എല്ലാം ഉണ്ടായിക്കൊള്ളുന്നില്ല. ചില എല്ലാം ഉണ്ടാകാം. വയൂലദു അലൈഹ അതിൻ്റെ മേൽ തന്നെ അവർ ജനിക്കും. ഫയസ്ഹുലു അലൈഹി ഇക്തിസാബു തമാമിഹ ഇനി എന്താക്കണം ഉള്ളത് പൂർത്തീകരിക്കണം, തമാമുണ്ടാക്കണം. അത് ഇനായത്തും മിനല്ലാഹി തആല അത് എളുപ്പമായി കിട്ടും. കമാ നുശാഹിദു മിൻ ഖിൽഖത്തി ബഅദി സബിയാനി ചില കുട്ടികളെ സ്വഭാവത്തിൽ കാണാം അലാ ഹുസ്നി സംതി അവിശഹാമത്തി ഔ സിദ്ഖിൽ ലിസാനി അവിസമാഹത്തി ഇങ്ങനെ നല്ല ഒരു ഹുസനായ ജീവിതം, അതുപോലെ തന്നെ ധീരത, സിദ്ഖുൽ ലിസാൻ കളവറിയൂല, അതുപോലെ തന്നെ കയ്യിലുള്ളതെല്ലാം കൊടുക്കുന്ന ഇങ്ങനെ ചില സ്വഭാവങ്ങളുടെ കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും. വകമാ നജിദു ബഅദഹും അലാ ദില്ലിഹ ചിലർ അതിന് നേരെ വിരുദ്ധമായിട്ടും കാണാം. അപ്പോൾ ഫബൽ ഇക്തിസാബി യഖ്മുലു നാഖിസുഹ അപ്പോൾ കുറഞ്ഞു പോയാൽ എന്താക്കാം ഇക്തിസാബ് കൊണ്ട് പൂർത്തീകരിക്കാം. വബിർറിയാദത്തി വൽ മുജാഹദത്ത് കൊണ്ടോ ഇല്ലാത്താക്കി ഉണ്ടാക്കാനും കഴിയാം. രണ്ട് പണിയാന്ന്. യുസ്തജ്ലബു മഅദൂമുഹ ഇല്ലാത്തത് കൊണ്ടുവരാം. എന്നിട്ടോ അത് രണ്ടായില്ലേ. വയഅതദിലു മുൻഹരിഫുഹ ഇഫ്രാത്തിലേക്കോ തഫ്രീത്തിലേക്കോ ചാഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ കൊണ്ടുവരാം. അപ്പോൾ മൂന്ന് കാര്യം. ഒന്ന് ഇല്ലാത്തത് ഉണ്ടാക്കാൻ, ഉള്ളത് വളർത്തിയെടുക്കാൻ, ചെരിഞ്ഞു പോയത് നേരെയാക്കാൻ. വബിഖ്തിലാഫി ഹാദൈനിൽ ഹാലൈനി ഈ പറയപ്പെട്ട ഹാലയും വ്യത്യാസപ്പെടുന്നവരും യതഫാവത്തുൻ നാസു ഫീഹ അതിൽ ജനങ്ങൾ ഒരുപാട് തരക്കാരുണ്ടാകും. വകുല്ലും മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹു എന്നൊരു ഹദീസാണ് അൽ ബുഖാരി വ മുസ്ലിം. ഓരോരുത്തർക്കും എന്തിനു വേണ്ടിയാണോ പടക്കപ്പെട്ടത് അത് എളുപ്പമായി കിട്ടും എന്ന് പറഞ്ഞു. വലിഹാദ ഈ കാരണത്താൽ ഇഖ്തലഫ സലഫു സലഫീങ്ങൾ സലഫെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സലഫല്ല, നമ്മുടെ നേതാക്കന്മാർ ഹൽ ഹാദിഹിൽ ഖുലുഖു ജിബില്ലത്തുൻ ഔ മുക്തസബത്തുൻ ഇത് പടക്കുമ്പം തന്നെയുള്ള ജിബില്ലത്താണോ എല്ലാം അധ്വാനിച്ചുണ്ടാക്കുക മുക്തസബത്താണോ എന്ന ഖിലാഫ് ഉണ്ടായത് ഇവിടുന്നാണ്. فحكى الطبري عن بعض السلف أن الخلق الحسن جبلة وغريزة في الأمر ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ പടക്കുമ്പോൾ തന്നെയുള്ള ജിബില്ലത്തും ഹരീസത്തുമാണ് എന്നാണ് തബരി ഇമാം. അപ്പം മൂപ്പറോടൊത്ത് ആദ്യം അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്. വഹക്കാഹു അൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു തൊട്ടും പറഞ്ഞിട്ടുണ്ട്, ഹസൻ ബസ്രിയെ തൊട്ടും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞക്കലായി വബിഹി ഖാല ഹുവ ആര് തബരി പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. ഓർക്ക് നേതാക്കന്മാർ രണ്ടുണ്ട്, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് ഹസൻ ബസ്രിയും. അപ്പം എന്താ ഈ തബരി ഇമാം അത് അംഗീകരിച്ചുകൊണ്ട് പോയി. അപ്പം വസ്സവാബു അതോട് സവാബ് മാ അസ്സൽനാഹു നാം അസൽ തന്നെ പറഞ്ഞതാ ഓരത് തന്നെ പറഞ്ഞില്ലേ. വഖദ് റവാ സഅദുൻ അനിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല കുല്ലുൽ ഖിലാലി യുത്ബഉ അലൈഹൽ മുഅ്മിനു. കേട്ടോ, ഏതൊരു ഖിലാലുകളും മുഅ്മിൻ അതിൻ്റെ മേലെന്താക്കി പടക്കപ്പെട്ടതാണ്. പക്ഷേ രണ്ടെണ്ണം ഇല്ലൽ ഖിയാനത്ത വൽ കദിബ് അത് പയ്യെ പുറത്തുനിന്നുണ്ടാകുന്നതാണ്.
പടക്കം വന്നിട്ടൊന്നും ഉണ്ടാവില്ല, ഖിയാനത്തും ഉണ്ടാവില്ല, കലിബും ഉണ്ടാവില്ല. കച്ചവടം ചെയ്ത് വായ്പ വാങ്ങിയിട്ടില്ല അത് പഠിക്കല്. വഖാല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അത് മൂപ്പർ ഖാദിയാർ തെളിവുണ്ടെന്നു. ഹിയ വൽ ജുറഅതു വൽ ജുബനു ഖറായിസു യളഉഹാ, ധൈര്യം എന്നുള്ളതും അതാ ജുർഅത്ത്, ജുബന എന്നുള്ളത് പേടിക്കൊള്ളായിട്ട് ഒന്നിനും കഴിയില്ല. അത് രണ്ടും ഖറായിസു മനുഷ്യൻ ജനിക്കുമ്പോഴുള്ള ഖരീസത്താണ്. യളഉഹു അല്ലാഹു ഹൈസു യശാഉ, അല്ലാഹു തആല എന്താക്കും ഉള്ള സ്ഥലത്ത് അത് ക്ഷേപിക്കലാന്ന് പറഞ്ഞു. അപ്പം തബൈ തന്നെ ഉണ്ടെന്നായി. വഹാദിഹിൽ അഖ്ലാഖുൽ മഹമൂദത്തു വൽ ഖിസാലുൽ ജമീലത്തു, ഇങ്ങനെ എണ്ണിയ ഖതീറത്തുൻ ധാരാളമുണ്ട്. വലാകിന്ന നദ്കുറു ഉസൂലഹ, അതിൻ്റെ ഉസൂല് മാത്രമേ നമ്മളിപ്പോൾ പറയുന്നുള്ളൂ, പറഞ്ഞാൽ തീരൂല. വനുശീറു ഇലാ ജമീഇഹ, ജമീലേക്ക് ഒരു ഇശാറത്ത് മാത്രം, എന്തില്ല ദിക്റില്ല, പറച്ചിലില്ല. ഉസൂല് നദ്കുറു, ബാക്കിയുള്ളതിലേക്കോ ഇശാറത്ത്. വനുഹഖിഖു വസ്ഫഹു ബിഹാ, എന്നിട്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത് ആ വസ്ഫ് ഉണ്ടായിരുന്നു എന്നെന്താക്കും, ബിഹ എന്ന് പറഞ്ഞാൽ ഈ ഖിസാലുൽ മഹമൂദത്ത് കൊണ്ട് തങ്ങൾക്ക് വസ്ഫ് ഉണ്ടായിരുന്നു എന്നുള്ളത് തഹ്ഖീഖായിട്ട് പറയും ഇൻഷാ അല്ലാഹു തആല. എന്താണ് ഇനി ഉസൂല പറയുന്നത്? ഫസ്ലുൻ അമ്മാ അസ്ലു ഫുറൂഇഹ, ഈ മകാരിമുൽ അഖ്ലാഖിൻ്റെ ഫുറൂഇനുള്ള അസ്ൽ എന്താണ്? വഉൻസുറു ജനാബിഇഹ, അത് ഉറവെടുക്കുന്നതിൻ്റെ കേന്ദ്രം എവിടെയാണ്? വനുഖ്തതു ദായിറത്തിഹ, അതൊരു ദായിറായി സങ്കല്പിച്ചാൽ കേന്ദ്ര ബിന്ദുവാണ്, സെൻറ്ററിൽ അവിടുന്ന് വരുന്ന അത് ഫൽ അഖിലു, അഖിലാകുന്നു. അപ്പം അഖിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ബാക്കിയെല്ലാം ചുറ്റുന്നത്. അല്ലദീ മിൻഹു യൻബഇസുൽ ഇൽമു വൽ മഅരിഫ, ഇൽമും മാരിഫത്തും പൊട്ടി മുളക്കുന്നത് എന്തിൽ നിന്നാണ്? അഖിലിൽ നിന്നാണ്. വയതഫറഉ അൻ ഹാദാ, ഇതിനാൽ ഫർആയിട്ട് വരും സുഖൂബുർ റഅയി, ഒരഭിപ്രായം പറഞ്ഞാൽ അത് ലക്ഷ്യത്തിലേക്ക് എത്തുന്ന അഭിപ്രായമായിരിക്കും. വജൗദത്തുൽ ഫിത്നത്തി, അതുപോലെ ബുദ്ധി ഉപയോഗിക്കേണ്ട സ്ഥലത്തുണ്ട് ഫതാനത്ത്, അത് മെച്ചമായിട്ടുണ്ട്, അവിടെ പാളിച്ച കാണൂല. വൽ ഇസാബ, അത് തന്നെയാണ് അതിൻ്റെ സവാബിനെത്തിക്കല്. സിദ്ഖുൽ ലന്നി, ലന്ന് ചെയ്ത് കഴിഞ്ഞാൽ അപ്രകാരം തന്നെയായിരിക്കും. ഒരു സാധനം ഇങ്ങനെയാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്, ലന്ന് ചെയ്താൽ സിദ്ഖുൽ ലന്നി. വൻ നദറുലിൽ അവാഖിബി, അതുപോലെ ഒരു സംഗതിയുടെ ഭാവി കാര്യമുണ്ടല്ലോ, അതിൻ്റെ അവാഖിബിനെ പറ്റിയുള്ള ചിന്ത, ഇതിങ്ങനെ വന്നാൽ ഭാവി ഇന്നത് മാതിരിയായിരിക്കും. വമസാലിഹിൻ നഫ്സിൻ്റെ മസ്ലഹത്ത്, അപ്പോൾ ഒറ്റ അക്കലാണ് അസ്ലാക്കി വെച്ചിട്ടാണ് ഈ കാര്യം എല്ലാം ഉണ്ടാകുന്നത്. വ മുജാഹദത്തു ഷഹ്വ, ഷഹ്വത്തിനോടുള്ള മുജാഹദ. വഹുസ്നു സിയാസത്തി വ തദ്ബീർ, ഒരു ഭരിക്കൽ തദ്ബീർ ചെയ്യൽ എന്നതുണ്ടാവും ഹുസ്ന്, അതിൽ മെച്ചം. വഖ്തിനാഉൽ ഫളാഇൽ, എല്ലാ ഫളായിലുകളെയും ഒരുമിച്ച് കൂട്ടലെയും. വ തജന്നബുർ റദാഇൽ, മോശമായ കാര്യങ്ങളെല്ലാം അകന്നു നിൽക്കൽ. ഇതെല്ലാം അഖില് എന്ന ഒരു അസൽ നത്തിട്ടുണ്ടാകുന്ന ഫുറൂഉകളാണ്. മനസ്സിലാകുന്നുണ്ടാകുമോ? വഖദ് അശർനാ ഇലാ മകാനിഹി, അഖിലിൻ്റെ പദവിയെ കുറിച്ച് മിൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഖിലിനെ പറ്റിയിട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് വഹബ് ബിൻ മുനബ്ബിഹ് പറഞ്ഞ് 71 കിതാബിൽ പഠിച്ചിട്ടുണ്ട്. അല്ലാഹു തആല സകല ജനങ്ങൾക്കും കൊടുത്ത ബുദ്ധി എന്നുള്ളത് ഒരു നുഖത്തെയാണ് തങ്ങൾക്ക് കൊടുത്തത്, വലിയ ഒരു ബഹറാണ്. വബുലൂഗിഹി മിൻഹു വമിനൽ ഇൽമി, അഖലിനാലും ഇൽമിനാലും തങ്ങൾ എത്തിയിട്ടുണ്ട് എന്നും. അൽ ഗായത്തല്ലത്തി ലം യബ്ലുഗ്ഹാ ബശറുൻ സിവാ, തങ്ങളല്ലാത്ത ഒരു ബശറും അവിടത്തേക്ക് എത്തിയിട്ടില്ല എന്ന് മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. വഇദ് ജലാലത്തു മഹല്ലിഹി മിൻ ദാലിക വമാ യതഫറഉ അൻഹു മിൻഹു മുതഹഖഖുൻ ഇൻദ മൻ തതബ്ബഅ. ഇനി പറയട്ടെ, തങ്ങൾ ഈ ബുദ്ധിയിലും ആ ബുദ്ധി കൊണ്ടുണ്ടാകുന്ന ഇൽമ് ഇതേ കാര്യമുണ്ടല്ലോ, വമാ യതഫറഉ മിൻഹു, അത് മുതഹഖിഖാണ് തങ്ങളിൽ എന്ന് എന്താക്കും? ഇൻദ മൻ തതബ്ബഅ മജാരിയ അഹ്വാലിഹി, തങ്ങളുടെ അഹ്വാലുകൾ അവിടെ എല്ലാം നടന്നിട്ടുണ്ടോ അതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ വലിയ ബുദ്ധിപൂർവ്വമായിട്ട് കണ്ടു. വത്തിറാദ സീയരിഹി, അതുപോലെ തങ്ങളെ സീറ പഴക്കാത്ത രീതിയിൽ വന്നത്. അതിൻ്റെ കുറേ മറുപടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഷമായിൽ ഓതിയിട്ടുണ്ട്. തെറ്റി എന്ന് പറഞ്ഞവർക്ക് മറുപടിയും കൊടുത്തിട്ടുണ്ട്.
വതാലഅ ജവാമിഅ കലാമിഹി, തങ്ങളുടെ കലാമിൻ്റെ ജവാമിയെ കൂടുതൽ അർത്ഥം ഉൾക്കൊള്ളുന്ന കലാം, ജവാമിൽ കലാം. വഹുസ്ന ശമാഇലിഹി വബദാഇ സിയരിഹി വഹികമ ഹദീസിഹി, തങ്ങളുടെ ഹദീസിലുള്ള ഹിക്മത്തുകൾ. വഇൽമഹു ബിമാ ഫി തൗറാത്തി വൽ ഇൻജീലി വൽ കുതുബിൽ മുനസ്സല, മുമ്പ് ഇറക്കപ്പെട്ട കിതാബുകളും തൗറാത്തും ഇൻജീലിലുള്ള കാര്യങ്ങൾ തങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. വഹികമൽ ഹുകമാ, അതുപോലെ ഹുകമാൻ്റെ ഹിക്മത്തുകളും. വസിയറൽ ഉമമിൽ ഖാലിയത്തി, മുൻകഴിഞ്ഞു പോയ ഉമ്മത്തിൻ്റെ ചരിത്രങ്ങളും. വയ്യാമിഹ, അവർക്ക് കിട്ടിയ സംഭവ വികാസങ്ങൾ. വളർബൽ അംസാൽ, അതിന് നല്ല മസൽ പറയൽ. വസിയാസത്തിൽ നനാ, സിയാസാത്തിൽ നനാം, ജനങ്ങളെ ഭരിച്ചുകൊണ്ട് വരിക. വ തഖദീർ ശറാജി, അതുപോലെ ശരീഅത്തിൻ്റെ ഹക്കാമുകൾ എന്താക്കണം, തഖദീറാക്കി ദലീൽ മുഖേന സുബൂത്താക്കി കൊടുക്കുക. വ തഹ്സീനൽ ആദാബിൻ നഫ്സിയത്തി, നഫ്സിലേക്ക് ചേർക്കപ്പെടുന്ന ആദാബുകളെ അസലാക്കി വെക്കുക. വശിയമിൽ ഹമീദ, സുസ്ഥിരമായ ജീവിത രീതി. ഇലാ ഫുനൂനിൽ ഉലൂമില്ലത്തി ഇത്തഖദ അഹ്ലുഹാ കലാമഹു ഫിഹാ ഖുദുവതൻ, അതുപോലെ ഉലൂമിൻ്റെ ഫുനൂന് പലതും ആ ഫുനൂന് കണ്ടെത്തുന്ന ഇവിടുന്ന് തങ്ങളെ കലാമിൻ്റെ ശൈലി നോക്കിയിട്ട് അത് ഷാഹിദാക്കിയിട്ട് അതിനെ ഖുദുവത്താക്കി വെച്ചു. വൈശാറാത്തിഹി, തങ്ങളുടെ ഇഷാറാത്തുകളെ ആക്കി ഹുജ്ജത്തൻ, അതാ ഏതുപോലെ കൽ ഇബാറ, ഇബാറത്ത് അവതരിപ്പിക്കലി. വത്തിബി, അതുപോലെ ചികിത്സ. വൽ ഹിസാബി, കണക്ക്. വൽ ഫറായിദ്, ഹിസാബും ഫറായിലും തമ്മിൽ വലിയ ബന്ധമുണ്ടല്ലോ. അരിയും പേതിയും ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ കൂട്ടാനും കഴിക്കാനും അതിൽ ലസാ കൊടുക്കാനും പഠിച്ചിട്ടില്ല. ഇപ്പോൾ ഫറായിദ് ഓഹരിയൊക്കെ കഴിയില്ല. വൻ നസബി, അതുപോലെ കുടുംബപാരമ്പര്യം. വഗൈരു ദാലിക, അതെല്ലാം കമാ സനുബയ്യിനുഹു ഫീ മുഅ്ജിസാതിഹി ഇൻഷാ അല്ലാഹു തആല. തങ്ങളുടെ മുഅ്ജിസാത്ത് പറയുമ്പോൾ അതൊക്കെ ഞാൻ പറയും. ദൂന തഅലീമിൻ, ഇതെല്ലാം കരസ്ഥമാക്കിയത് തഅലീം ഇല്ലാതെയാണ്. അല്ലാതെ തഅലീമില്ലാണ്ട് പറയൂന്നല്ല. അത് ദൂനനെ താലൂക്ക് കാട്ടിലേക്ക് കൊടുത്താൽ കാട്ടിലേക്ക് എത്തി. വല മുദാറസത്തിൻ, ഒരു ദർസി പഠിച്ചിട്ടുമില്ല. വല മുതാലഅത്തി കുതുബി മൻ തഖദ്ദമ, മുമ്പ് കഴിഞ്ഞ ഒരാളെ കിതാബ് ഓതിയിട്ടുമില്ല. വലൽ ജുലൂസി ഇലാ ഉലമാഇഹിം, അവരുടെ ഉലമാക്കളിലേക്ക് പോയിട്ട് ഇരുന്നിട്ടുമില്ല. ബൽ, പിന്നെ നബിയുൻ ഉമ്മി, ഉമ്മിയായ നബിയാണ്. ലം യുഅറഫ് ബിശൈഇൻ മിൻ ദാലിക്, ഇത് താലീമോ മുദാറസത്തോ മുതാലഅത്തോ അതുപോലെ തന്നെ ജുലൂസോ ഒന്നും അറിയപ്പെട്ടിട്ടേ ഇല്ല. ഹത്താ ശറഹല്ലാഹു സദ്റഹു, തങ്ങളെ സദറിനെ അല്ലാഹു തആല വിശാലമാക്കിയതാണ്. വ അബാന അംറഹു, തങ്ങളുടെ കാര്യം അല്ലാഹു തആല വ്യക്തമാക്കിയതാണ്. വ അല്ലമഹു വ അഖറഅഹു, പഠിപ്പിക്കുകയും ഓദിപ്പിക്കുകയെല്ലാം അല്ലാഹു ചെയ്തതാണ്. യുഅലമു ദാലിക ബിൽ മുതാലഅത്തി വൽ ബഹ്സി അൻ ഹാലിഹി, തങ്ങളെ ഹാലൊന്ന് ചർച്ച ചെയ്തു നോക്കിയാൽ അതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ നെറൂറത്തായിട്ട് മനസ്സിലാക്കാൻ കഴിയും. നെറൂറത്തായിട്ട് ഇരുന്നാൽ എന്തുകൊണ്ടാ, ദലീൽ വേണ്ട. എന്നാൽ വബിൽ ബുർഹാൻ, ദലീൽ വേണമെങ്കിൽ അത് വേറെയുണ്ടാൽ ഖാത്തിഇ അലാ നുബുവ്വതിഹി, നുബുവ്വത്തിൻ്റെ മേലിലുള്ള അനിഷേധ്യമായ ബുർഹാനും കൊണ്ടും തിരിയും. നളറാൻ, ഇത് മറ്റേ ലറൂറത്താ പറഞ്ഞത്, ഇത് നളറാൻ നെല്ലിച്ച്. അതുകൊണ്ട് ഫലാ നുതബ്ബിലു ബിസറദിൽ അഖാസീസി വ ആഹാദിൽ ഖലായ, ഒറ്റപ്പെട്ട സംഭവങ്ങളും അതുപോലെ കിസ്സകളും നീട്ടി പറഞ്ഞുകൊണ്ട് കിതാബ് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. മൂപ്പറതിൻ്റെ ഉസൂലാ പറയാ. ഇത് മജ്മൂഉഹ, കാരണം അതിൻ്റെ ടോട്ടൽ എടുത്താൽ മാലാ യഖ്ദുഹു ഹസ്റുൻ, ഒരു പരിധിയിൽ ഒതുക്കാൻ കഴിയാത്തതാണ്. വലാ യുഹീതു ബിഹി ഹിഫ്ളുൻ ജാമിഉൻ, എല്ലാം ഒരുമിച്ച് കൂട്ടുന്ന ഹിഫ്ളിലും ഒതുക്കാനാവില്ല. അപ്പം കിതാബിന് അറ്റുണ്ടാവില്ല. ഉസൂൽ അങ്ങോട്ട് പറയാം. വബി ഹസ്ബി അക്കലിഹി, അക്കലിൻ്റെ കണക്ക് കൊണ്ടാണ് കാനത്ത് മആരിഫുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ മഅരിഫത്ത് ഉൾക്കൊള്ളാൻ ആദ്യം ഒരു കഴിവ് വേണ്ടേ, അക്കല് വേണ്ടേ. ഇലാ സായിരി മാ അല്ലമഹുല്ലാഹു തആല, അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്ത പലതും. വാത്ലഅഹു അലൈഹി, തങ്ങളെ അല്ലാഹു തആല വെളിപ്പെടുത്തി കൊടുത്ത്. മിൻ ഇൽമി മാ കാന വമാ യകൂൻ, മുമ്പ് കഴിഞ്ഞതും ഇനി ഉണ്ടാകാൻ പോകുന്ന ഇൽമുകളും. വ അജായിബി ഖുദ്റത്തിഹി, ഖുദ്റത്തിൻ്റെ അജായിബുകളും.
വഅദീമി മലക്കൂത്തിഹി അല്ലാഹുവിൻ്റെ മലക്കൂത്തിൻ്റെ ആലമിലുള്ള എല്ലാ കാര്യങ്ങളും. ഖാല അല്ലാഹു അസ്സ വജല്ല വഅല്ലമക മാ ലം തകുൻ തഅലം. കണ്ട, തങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത സകല കാര്യങ്ങളെയും അല്ലാഹു തആല അറിയിച്ചു തന്നു. മാ എന്ന് പറഞ്ഞത് അമിൻ്റെ വാക്കാണ്. വകാന ഫളലുല്ലാഹി അലൈക അലീമാ. തങ്ങളുടെ പേരിൽ അല്ലാഹു തആല ചെയ്തു തന്ന ഫളൽ അലീമാകുന്നു. ഹാറത്തിൽ ഉഖൂലു ഫീ തഖ്ദീരി ഫളലിഹി അലൈഹി. അല്ല, എല്ലാ അക്കലുകളും ബേജാറിലായിട്ടുണ്ട്. വഖാലിസത്തിൽ അൽസുനു ദൂന വസ്ഫിൻ യുഹീതു ബിദാലിക. അതെല്ലാം ഒരുമിച്ച് കൂട്ടി പറഞ്ഞ് വസ്ഫ് പറയുന്നതിൻ്റെ വിഷയത്തിൽ എല്ലാ നാമകളും പൊട്ടന്മാരായിപ്പോയി. ഇവർക്ക് സംസാരിക്കാൻ കഴിയില്ല. ഔയൻ തഹീലയിൽ അതിലേക്ക് അറ്റമാകുന്ന അക്കലുകളൊന്നുമില്ല. ഒറ്റ അസ്ലാമിപ്പോൾ എണ്ണിയത് അക്കല് മാത്രം. ഇനി അതിൻ്റെ വേറെ അസ്ലുണ്ടെന്ന്. വഅമ്മൽ ഹിൽമു വൽ ഇഹ്തിമാലു വൽ അഫ്വു മഅൽ ഖുദ്റതി വസ്സബ്റു അലാ മാ യുക്റഹു. ഇനി വരേണ്ടതാ ഒന്ന് ഹിൽമ്. ഇഹ്തിമാൽ എന്ന് പറഞ്ഞാൽ എന്തും സഹിക്കൽ, സഹനം. അതുപോലെ ശിക്ഷിക്കാനും പ്രതികാരമെടുക്കുവാനുമുള്ള ഖുദ്റത്തുണ്ടായിട്ടും അഫ്വ് ചെയ്യൽ. അതുപോലെ അനിഷ്ടകരമായ കാര്യങ്ങൾക്ക് സബ്ർ. ഇതെല്ലാം നോക്ക്. അപ്പോൾ ഹിൽമ്, ഇഹ്തിമാല്, അഫ്വ്, ഇതൊക്കെ 4 കാര്യമല്ലേ പറഞ്ഞത്? ഇൽമ്, ഇഹ്തിമാല്, അഫ്വ്, സബ്ർ. വബൈന ഹാദിഹിൽ അൽഖാബി ഫർഖുൻ. ഈ 4ഉം 4ആണെന്നാണ് പറയുന്നത്. 4ഉം 4ആണ്, അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പര്യായങ്ങളല്ല. എന്തുകൊണ്ട്? ഫഇന്നൽ ഹിൽമ, ഹിൽമ് എന്നുള്ളത് ഹാലത്തു തവക്കുലിൻ വസബാത്തിൻ ഇൻദൽ അസ്ബാബിൽ മുഹദ്ദിക്കാത്ത്. മനുഷ്യനെ ഇളക്കിവിടുന്ന തരത്തിലുള്ള അസ്ബാബുകൾ ഉണ്ടാകുമ്പോൾ ഇളകാതെ കണ്ട് ഉറച്ചിരിക്കുന്നതിനാണ് ഇൽമ് എന്ന് പറയുന്നത്. മനുഷ്യനെ ഇളക്കിവിടാനുള്ള എന്തെല്ലാം ഉണ്ടാകുമല്ലോ, അന്ന് ഇളകൂല. ഇഹ്തിമാൽ എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ രണ്ടാമത്തത് ഹബ്സുൻ നഫ്സി ഇൻദൽ ആലാമി വൽ മൂദിയാത്ത്. വേദനകൾ, വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നഫ്സിനോടെന്താ പരാതിയായിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് അതിനോട് വിഷമം തോന്നാതെ നഫ്സിനെ തടഞ്ഞിടലാണ് ഏത് ഇഹ്തിമാൽ എന്നുള്ളത്. മിസ്ലുഹ, അതിനോട് ഏകദേശം അർത്ഥം സബ്റാണ്. അപ്പം സബ്റും ഇഹ്തിമാലും ബന്ധമുണ്ട്. വമആനിഹ മുത്തഖാരിബത്തുൻ. അതിൻ്റെ മാന എന്താന്ന് പരസ്പര ബന്ധമുണ്ട്. ഇനി എന്തേ പറയണ്ടോ? അഫ്വേ പറയണ്ടോ. വഅമ്മൽ അഫ്വു എന്ന് പറഞ്ഞാൽ ഫഹു തർക്കുൽ മുആഖദ. അതിന് പകരമായിട്ട് ശിക്ഷ കൊടുക്കലുണ്ടല്ലോ, അത് ഒഴിവാക്കലാകുന്നു. അപ്പം 4നും അതവസരത്തിൽ സബറും ഇഹ്തിമാലും ഏകദേശം ഒരേ അർത്ഥത്തിന് പോയി എന്ന് പറഞ്ഞു. ഇത് 3 പറയണ്ടു. ഇനി വഹാദാ കുല്ലുഹു, ഈ പറയപ്പെട്ട എല്ലാം മിമ്മ അദ്ദബല്ലാഹു ബിഹി നബിയ്യഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ അല്ലാഹു തആല അദബ് പഠിപ്പിച്ച വിഷയത്തിൽപ്പെട്ടതാകുന്നു. ഫഖാല ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅഅ്രിദ് അനിൽ ജാഹിലീൻ. കണ്ടോ? അഫ്വ് നാട്ടം വെച്ച ആളുകൊണ്ട് എല്ലാത്തിനും നടുത്തരം. ഇഫ്രാത്തും വേണ്ട, തഫരീത്തും വേണ്ട. അതുപോലെ മഅറൂഫായ കാര്യങ്ങളെ കൊണ്ട് കൽപ്പിച്ചോ. ജാഹിലീങ്ങളെ കടിച്ചു വെച്ചേ അവർക്ക് മറുപടി പറയാനോ ഒറാവലാക്കാനോ ഒന്നും നിൽക്കണ്ട. അപ്പോൾ അല്ലാഹു തആല നിർദ്ദേശം കൊടുക്കുന്നു. റവിയ അന്ന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ നസലത് അലൈഹി ഹാദിഹിൽ ആയ, ഈ ആയത്ത് തങ്ങൾക്ക് ഇറങ്ങിയപ്പോൾ സഅല ജിബ്രീല, ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു. അൻ തഅ്വീലിഹ, അതിനർത്ഥം എന്താണ് എന്ന് ജിബ്രീലിനോട് ചോദിച്ചു. അപ്പോൾ ആയത്തിന് നേർക്ക് നേരെ നമുക്ക് അർത്ഥം വെക്കാൻ നമുക്ക് കിട്ടൂല എന്നിപ്പം വന്നു. വിശദീകരണം ജിബ്രീലിനോട് ചോദിച്ചു. ഫഖാല ലഹു, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹത്താ അസ്അലൽ ആലിമ, ഇതിൻ്റെ ഇൽമ അല്ലാഹ്ക്കല്ലേ, അള്ളാഹുവിൻ്റെ വക്കെന്ന് ഞാൻ ചോദിച്ചു പിടിക്കട്ടെ. സുമ്മ ദഹബ, പിന്നെ ജിബ്രീൽ പോയി. സുമ്മ അത്താഹു, പിന്നീട് വന്നു. ഫഖാല യാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലിം ഇന്നല്ലാഹ യഅ്മുറുക അൻ തസില മൻ ഖതഅക, നിങ്ങളെ മുറിച്ച് മാറ്റിയ ഉണ്ടല്ലോ അവരെ നിങ്ങൾ ചേർക്കുകയാണ് വേണ്ടത് എന്നാണ് കൽപ്പന. വിശദീകരണം കണ്ട.
വതുഅതിയ മൻ ഹറമക, നിനക്ക് തരാതെ കണ്ട് തടഞ്ഞു വെച്ചാൽ നീ അങ്ങോട്ട് കൊടുക്കലാണ്. വതഅഫു അമ്മൻ ളലമക, തങ്ങൾക്ക് ദുൽമ ചെയ്താക്ക് അഫു കൊടുക്കലാണ് എന്നാണ് വിശദീകരണം കൊടുത്തത്. അപ്പോൾ ഖുദിൽ അഫ്വാക്ക് ആദ്യം ഇറങ്ങിയപ്പോൾ തങ്ങൾക്ക് തന്നെ അഭക്തമായ കാര്യം അല്ലാഹു തആല വിചാരിക്കാനിച്ചു കൊടുക്കുന്നു. അതാ ഖുർആൻ്റെ അവസ്ഥ. ഡിക്ഷണറി എടുത്തിട്ട് അർത്ഥമാക്കാൻ കഴിയൂല. പിന്നെ വഖാല ലഹു വസ്ബിർ അലാ മാ അസാബക, തങ്ങൾക്ക് ഏഷ്യ എല്ലാ കാര്യത്തിൻ്റെ മേലും സബൂറ് വേണമെന്ന് പഠിപ്പിച്ചു കൊടുത്തു. വഖാല ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ എന്നുള്ളത് ആ സബർ എപ്രകാരമാണ് എന്ന് മോഡലാണ് കൊടുക്കുന്നു. തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഉലുൽ അസ്മീങ്ങളായ മുർസലീങ്ങളെ കുറേ സമയമുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഒരു മാതൃക പറഞ്ഞു കൊടുത്തതാണ്. വഖാല വൽയഫു വൽയസ്ഫഹു, ഉമ്മത്തുകൾ അഫ്വ് ചെയ്ത് കൊള്ളട്ടെ, അവർ വിട്ടുവീഴ്ച ചെയ്യട്ടെ എന്ന് പറഞ്ഞു. വഖാല വലമൻ സബറ വഗഫറ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ, സബർ ചെയ്യുകയും ഗഫർ എന്ന് വെച്ചാൽ പുറത്തു കൊടുക്കുകയും ചെയ്തത് എന്നുള്ളത് അസ്മിൽ ഉമൂറിൽ പെട്ടതാകുന്നു. വലാ ഖഫാഅ, അവ്യക്തമല്ല, ബിമാ യുഅ്തറു മിൻ ഹിൽമിഹി വഹ്തിമാലിഹി, തങ്ങളുടെ ഹിൽമ് എത്രത്തോളമുണ്ട്, അതിൻ്റെ സഹനം എത്രത്തോളമുണ്ട്. വഅന്ന കുല്ല ഹലീമിൻ, ഏതൊരു ഹലീമാവട്ടെ, ഖദ് ഉരിഫത്ത് മിൻഹു സല്ലത്ത്, എന്തെങ്കിലും ഒരു പാളിച്ച വലക്കുന്ന പറ്റിയതായി കാണാം. വഹഫിളത്ത് അന്നു ഹഫുവത്തുൻ, എന്തെങ്കിലും ഒരു പോരായ്മ, ഒരു ഹഫുവത്ത് അവർ തൊട്ട് റിക്കാർഡിൽ വന്നിട്ടുണ്ടാവും. വഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിലോ ലാ ജസീദു മാ കസറത്തിൽ അതാ, ശല്യങ്ങൾ വർദ്ധിക്കും തോറും തങ്ങൾ വർദ്ധിച്ചിട്ടില്ല, ഇല്ലാ സബ്റ, സബ്റല്ലാതെ വർദ്ധിച്ചിട്ടില്ല എന്ന് കാണാം. വഅല ഇസ്റാഫിൽ ജാഹിലി, ജാഹിൽ എന്താക്കും കണക്കിലേറെ ബുദ്ധിമുട്ടാക്കുമ്പോൾ ഇല്ല ഹിൽമ, ഹിൽമല്ലാതെ വർദ്ധിച്ചിട്ടില്ല. തെളിവാ പറയുന്നു. حدثنا القاضي أبو عبد الله محمد بن علي التغلبي, അതായത് നമ്മുടെ മുസന്നിഫിൻ്റെ ശൈഖ്, വഗൈറുഹു, വേറാളും. ഖാലു, അവരെല്ലാവരും പറഞ്ഞു ഹദ്ദസന മുഹമ്മദ് ബിൻ അത്താബ്. അപ്പോൾ മുഹമ്മദ് ബിൻ അത്താബിൻ്റെ റിപ്പോർട്ട് കുറേ ആളുണ്ടെന്നായി. പക്ഷെ അതിൽ അബൂ അബ്ദില്ലാഹി മുഹമ്മദ് ബിൻ അലി തഗ്ലിബിയാണ് മൂപ്പർക്ക് പറഞ്ഞു കൊടുത്തത്. ഹദ്ദസന അബൂബക്കർ ബിൻ വാഖിദിൽ ഖാദി വഗൈറു, അവിടെയുണ്ട് കുറേ ആൾ. ഹദ്ദസന അബൂ ഇസ എന്ന് പറഞ്ഞാൽ തിർമിദി ഇമാമിലേക്ക് എത്തി. തിർമിദി ഇമാമ്. അപ്പോൾ അവിടത്തേക്ക് ഇപ്പം എത്ര ആളേ ഉള്ളൂ? 2 ആൾ. മുസന്നിഫിൻ്റെ ഇടയിൽ വലിയ ഉലുവുൽ ഇസ്നാദല്ലേ, 3 ആളല്ല. അബൂ അബ്ദില്ലാഹി മുഹമ്മദ് ബിൻ അലി തഗ്ലിബി, മുഹമ്മദ് ബിൻ അത്താബ്, അബൂബക്കർ, അപ്പോൾ 3 ആൾ. 3 കൊണ്ട് സുലാസിയാത്തിലെ അവിടത്തേക്കെത്തി. ഈസ, അബൂ ഈസ തിർമിദി ഇമാം. حدثنا عبيد الله قال حدثنا يحيى بن يحيى قال حدثنا مالك عن ابن شهاب عن عروة عن عائشة رضي الله عنها قالت ما خير رسول الله صلى الله عليه وسلم, തങ്ങൾക്ക് ഖിയാർ കൊടുക്കപ്പെട്ടു, എന്താ വേണ്ടതെന്ന്. ഈ അംറൈനി കത്തു, എന്നാൽ ഇല്ലഖ്താറ ഐസറഹുമ, ഏറ്റവും എളുപ്പമുള്ളതിനല്ലാണ്ട് തിരഞ്ഞെടുക്കില്ല. ഏറ്റവും എളുപ്പമുള്ളത് എന്താണോ അത്. നമ്മളിപ്പാനോട് എന്താ കുടിക്കാൻ വേണ്ടി ചൂടുള്ള തണുത്തതാ, പച്ചവെള്ളം മതി. ഇതിനൊന്നും മറ്റേ ചൂടാക്കൽ കുറച്ച് പണിയതിയല്ലേ. പണ്ട് പിരിവിനിറങ്ങിയല്ലോ, കുമ്പത്തിൻ്റെ പിരിവ് വെച്ചിട്ട് നിങ്ങളെ തുന്നലും കുടിക്കലും ചിലവെല്ലാം കഴിച്ച് ബാക്കി കൊണ്ടുവന്നാൽ മതിയെന്ന് നോക്കുമ്പോൾ ഹണിക്കൊഞ്ച് കുടിക്കലുണ്ടല്ലോ. അന്ന് ഹണിക്കൊഞ്ച് ഒരു കുപ്പിക്ക് വില ഉണ്ട്. ഏത് കാലത്ത് 50 കൊല്ലത്തിന് മുമ്പാണ്. ഇന്ന് ഈ കുടിക്കുന്നതെല്ലാം ഉണ്ടല്ലോ. ഹണിക്കൊഞ്ചൊന്നും തന്നെ ടേസ്റ്റുള്ള സാധനം. ആ പീടികക്കാരൻ പറയുന്നത് ഹണിക്കൊഞ്ച് കുടിച്ചിട്ട് എല്ലാവരും പോയപ്പോൾ നിങ്ങൾ ഉപ്പ പറയുന്നത് 5 പൈസയിൽ മോരും വെള്ളം കുടിച്ചത്. മോരും വെള്ളത്തിന് 5 പൈസ, മറ്റേതിന് 500 രൂപ. ഇന്നത്തെ പൈസ ഉണ്ടാവും? അല്ല, അന്നത്തെ ശമ്പളത്തിനൊക്കെയാണ് ശമ്പളത്തിൻ്റെ കുണിച്ചൊക്കെ എത്തിയിട്ടില്ല.
ഇപ്പ വേണ്ടതിന് അപ്പൊ ഏറ്റവും എളുപ്പമുള്ള എന്താണോ അത് തിരഞ്ഞെടുക്കും. എപ്പോഴും മാലം ഞെക്കും നിസ്മൻ അത് തിരഞ്ഞെടുക്കുമ്പോൾ കുറ്റമല്ലാതിരിക്കണം. അപ്പൊ കുറ്റം ഒന്നും തിരഞ്ഞെടുക്കൂല. ഫൈൻഖാന ഇസ്മൻ കുറ്റമാണെങ്കിലോ അതിൻ്റെ മാലം ഞെക്കും നിസ്മന്റെ മഫൂമൻ എടുത്തു വെച്ചതാ. അപ്പൊ കുറ്റമാണെങ്കിലോ ഖാന അബ്അദന്നാസി മിൻഹു ആ കുറ്റകരമായ കാര്യത്തിനെ തൊട്ട് അള്ളാഹുവിൻ്റെ പടപ്പുള്ള കൂട്ടത്തിൽ ഏറ്റവും ദൂരത്ത് നിൽക്കുന്ന ആളവരായിരുന്നു. കൊല്ലങ്ങളോളം കഴിഞ്ഞുകൂടിയ ഭാര്യയായി പറയുന്നു. ഇവമ പറയുന്നത് 100 കുറ്റ ചെയ്യുന്നു. അപ്പം ഇവൻ എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത്? ഏത് പ്രാധാന്യത്തിലാണ് കെട്ടേണ്ടത്? വമൻ തഖമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതികാരം എടുത്തിട്ടില്ല ലിനഫ്സിഹി തങ്ങളെ നഫ്സിൻ്റെ വേണ്ടി പ്രതികാരം എടുക്കൂല. പക്ഷേ ഇല്ലാ തുൻതഹക ഹുർമത്തുല്ലാഹ് അള്ളാഹിൻ്റെ ഹുർമത്ത് പറിച്ചു കീറപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ശിക്ഷ കൊടുക്കും. അപ്പോൾ ഭയൻ തഖിമുലില്ലാഹി അള്ളാഹു താലാക്ക് വേണ്ടിയാ ശിക്ഷ എന്നല്ലാണ്ട് വേറായിരിക്കുമല്ല. ബിഹ എന്ന് പറഞ്ഞാൽ ആ ഹുർമത്തിന് വേണ്ടിയിട്ട് പറിച്ചു കീറപ്പെട്ട ഹുർമത്തുണ്ടല്ലോ അത് മുവത്തയാണ്. അതാണ് നേരത്തെ മാലിക് എന്ന് പറഞ്ഞില്ലേ, ഇബ്നു ശിഹാബിൻ്റെ മുമ്പത മാലിക് യഹ്യുബിനു യഹ്യാൻ്റെ ഉസ്താദ് മാലിക് മുഹമ്മദ. വറുവിയ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ കുസിറത്ത് റബാഇയതുഹു തങ്ങളെ മുമ്പല്ല് പൊട്ടിപ്പോയപ്പോൾ വസുജ്ജ വജുഹു മുഖത്ത് മുറിവേറ്റപ്പോൾ യൗമ ഉഹദിൻ ഉഹദിൻ്റെ ദിവസമാണ്. ശക്കദാലിക അലാ അസ്ഹാബിഹി അസ്ഹാബിമാർക്ക് വളരെ പ്രയാസമേറി ശദീദൻ തങ്ങൾക്ക് മുറിവേറ്റ് കാണാൻ അവർക്ക് ഇതില്ല, സഹനമില്ല. വഖാലു അവർ പറഞ്ഞു ലൗ ദഅഉത അലൈഹിം ഓർക്കെതിരെ പ്രാർത്ഥിക്കണം. അതിനെതിരെ ഖാല ഫഖാല ഇന്നി ലം ഉബഅസില ആലൻ ലഅനത്ത് ചെയ്യുന്ന ആളായി തന്നെ അള്ളാഹ് അയച്ചിട്ടില്ല എന്നാണ് സല്ലല്ലാഹു അലൈഹി. വലാകിന്നി ബുഇസ്തു ദാഇജൻ വറഹ്മതൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരായും റഹ്മത്തായും അയക്കപ്പെട്ടിട്ടു. അതുകൊണ്ട് ഞാൻ ദ്വാരക്കുന്നു അല്ലാഹുമ്മ ഹ്ദി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. എൻ്റെ കൗമിന് നീ ഹിദായത്തിൽ കൊടുക്കണം. അതും എൻ്റെ കൗമിന് ഹിലാഫത്ത ആദൽ കൗമെന്നല്ല പറഞ്ഞത്, പിന്നെ അവർ അറിയാണ്ട് ചെയ്തതാണ് എന്ന് അനുസരം പറഞ്ഞു. അത് പറഞ്ഞ് തഫ്സീലാക്കും. وروي عن عمر رضي الله عنه أنه قال في بعض كلامه عمر رضي الله عنه പറഞ്ഞ കലാമിലെ بأبي أنت وأمي يا رسول الله لقد دعا نوح على قومه فقال رب لا تذر على الأرض من الكافرين ديارا. എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും തങ്ങൾ പകരമാണെന്ന് വിളിച്ചിട്ട് ലമ്മാ ദഅ ലഖദ് ദഅ എന്ന് വായിക്കണം. ഇത് കാമുണ്ടല്ലോ. നൂഹ് അലൈഹിസ്സലാം അവരുടെ കൗമിനെതിരെ ദുആ ചെയ്തു, റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ. മോമിൻ്റെ മേലെ ഒരൊറ്റ കാഫിറിനെ വെച്ചേക്കണ്ടെന്ന് പറഞ്ഞു അല്ലേ. എന്നാൽ തങ്ങളോ വലൗ ദഅൗത അലൈനാ മിസ്ലഹ അങ്ങനെ എങ്ങാനും തങ്ങൾ പറഞ്ഞു പോയെങ്കിൽ ഹലക്കിന മിന്നി അന്തി ആഖിറൻ നമ്മളെല്ലാവരും ഹലാക്കപ്പെടുമായിരുന്നു. കണ്ട എന്താ ഫലക്കത് മുത്തി അല്ലഹുറുക്ക തങ്ങളെ മുതവിൽ ചെവിട്ടേറ്റിട്ടുണ്ട്. ബൗദ്ധമിയ വജുഹുക്ക തങ്ങളെ മുഖത്തിൽ മുറിവേറ്റിട്ടുണ്ട്. വകുസിറത്ത് റബാഇയതു തങ്ങളുടെ മുമ്പല്ല് പൊട്ടിയിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം ചെയ്തിട്ടും ഫഅബൈത അൻ തഖൂല ഇല്ലാ ഖൈറാ ഖൈറ് പറയാനല്ലാതെ തങ്ങൾ വിസമ്മതിച്ചല്ലോ. മുഹമ്മദ് വാരക്കം പറഞ്ഞിട്ടും കൂടി വരുന്നില്ലല്ലോ. ഫഖുൽത തങ്ങൾ പറഞ്ഞെന്താ അല്ലാഹുമ്മ ഗഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ എന്നാണ് പറഞ്ഞത്. ഇനി ഈ ദ്വാന മുപ്പർ കട്ടയിക്കുന്നത് അല്ലാഹുമ്മ ഗഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂന. ഖാല ഖാദി അബുൽ ഫളിൽ ആരാണ് മുസന്നിഫ്. ഉൻദുർ നീ ഒന്ന് ചിന്തിക്കുമോനെ മാ ഫി ഹാദൽ ഖൗൽ ഈ ഖൗലിലുള്ളത് മിൻ ജിമാഇൽ ഫളിലി എത്ര ഫളൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് നോക്ക്. ദറജാത്തിൽ ഹിസാനിൻ്റെ എത്ര ദറജാത്തുണ്ടെന്ന് നോക്ക്.
വഹുസ്നിൽ ഖുലുഖ് എത്രമാത്രമുണ്ട്, വകറമിൻ നഫ്സ് എത്രത്തോളമുണ്ട്, വഗായത്തി സബ്രി വൽ ഹിൽമി എത്രത്തോളമുണ്ട്. ഇത് ലം യഖ്തസിർ അല സുകൂതി അൻഹു, അതിന് മറുപടി പറയലിനോട് മാത്രം മതിയാക്കിയാൽ തന്നെ മതിയില്ല, ഒന്നും ചെയ്യുന്നില്ല, ഒന്നും പറയുന്നില്ല, ഒന്നുമില്ല. അതുകൊണ്ട് മതിയാക്കാതെ ഹത്താ അഫാ അൻഹുർക്ക് മാപ്പ് കൊടുത്ത്, അപ്പൊ സുകൂത്ത് തന്നെ ഒന്ന്, സുകൂത്ത് കൊണ്ട് മതിയാക്കാതെ മാപ്പ് കൊടുത്ത്. രണ്ട്, സുമ്മ അഷ്ഫഖ അലൈഹിം, പിന്നെ അവരോട് കാരുണ്യം പ്രകടിപ്പിച്ചു. വറഹിമഹും, എന്നിട്ടോ വദഅ, അവർക്ക് ദ്വാരന്നു കൊടുത്ത്, ഇഹ്ദി അല്ലെങ്കിൽ ഗഫിർ. വശഫഅ ലഹും, അവർക്ക് വേണ്ടി ശഫാഅത്തും ചെയ്ത്. ഇത് അറിയാണ്ട് വെച്ചാന്ന് പഠിച്ചവനെ. ഫഖാല അല്ലാഹുമ്മ ഗഫിർ, അല്ലെങ്കിൽ ഒരു റിവായത്തിൽ അല്ലാഹുമ്മ ഹ്ദി. സുമ്മ ളഹറ സബബ ശഫഖത്തി വറഹമത്തി, അങ്ങനെ ശഫഖത്തിൻ്റെയും റഹമത്തിൻ്റെയും കാരണം വെളിപ്പെടുത്തുന്നു. ബിഖൗലി ലി ഖൗമി, അവർ എൻ്റെ കൗമാണ്. ഇളാഫത്ത്. സുമ്മ അഅ്തദറ അൻഹും, പിന്നെ അവർക്ക് കൊണ്ട് ഉദ്ർ ബോധിപ്പിക്കുകയാണ്. ബിജഹ്ലി, അവർക്ക് ജഹ്ലു കൊണ്ട് സംഭവിച്ചതാണ്. ഫഇന്നഹും ലാ യഅലമൂൻ. ഘട്ടം ഘട്ടിച്ചില്ലേ, ഇങ്ങനത്തെ തങ്ങളെയാണ് ഉണ്ടാക്കുന്നത്. അതിനും കുറേ ആള് വലമ്മ, ഒരു സംഭവം കൊണ്ടുവന്നു. വലമ്മ ഖാല ലഹു റജുലു, ഒരു മനുഷ്യൻ പറഞ്ഞ്, ഇഅ്ദിൽ, നീതി പാലിച്ചോളണം, തങ്ങൾക്ക് നീതി പഠിപ്പിക്കാനാ വന്നത്. ഫഇന്ന ഹാദിഹി ഖിസ്മത്തുൻ മാ ഉരീദ ബിഹാ വജ്ഹുല്ലാഹ്, ഇത് വല്ലാത്തൊരു ഓഹരി വെക്കലാണ്, അള്ളാന്റെ വജ്ഹ് കരുതിയിട്ടേ ഇല്ല. തങ്ങളെ പറയുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ ലം യസിദുഹു ഫീ ജവാബിഹി, അതിൻ്റെ ജവാബിൽ തങ്ങൾ കൂടുതലൊന്നും പറഞ്ഞില്ല. അൻ ബയ്യൻ ലഹു മാ ജഹലഹു, അയാൾക്ക് അറിയാത്ത കാര്യം വ്യാഖ്യാനിച്ചു കൊടുത്തു എന്നല്ലാതെ. വഅല നഫ്സഹു, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ നഫ്സിനോട് വാദം പറഞ്ഞു. വദക്കറഹ ബിമാ ഖാല ലഹു, ആ പറഞ്ഞതിനെ ഓർമ്മിച്ചു. ഫഖാല വൈഹക് ഫമൻ യഅദിൽ ഇല്ലം അദിൽ, ഞാൻ നീതി ചെയ്യൂല്ലെങ്കിൽ പിന്നെ ആരാ ഇവിടെ നീതി ചെയ്യുന്ന ആളുള്ളത്. എന്നിട്ട് ഖിബ്ത വഖസിർത ഇല്ലം അദിൽ, ഇവിടെ താന്ന് കാണുന്നു അൽ ബുഖാരി. ഞാൻ നീതി പുലർത്തിയിട്ടില്ലെങ്കിൽ ഞാൻ ഖാസിറായില്ലേ. അപ്പം ഒരു മനുഷ്യനിക്ക് ഖുസ്റാനും ഖൈബത്തും ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് ഇത് നീതിയില്ലായ്മ. അതെനിക്ക് സംഭവിക്കൂലേ. വനഹ, തങ്ങൾ തടയുകയുണ്ടായി. മൻ അറാദ മിൻ അസ്ഹാബിഹി ഖത്ലഹു, അയാളെ കൊല്ലാൻ വേണ്ടി അസ്ഹാബിമാർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അവരെ തടഞ്ഞ് കൊല്ലാൻ പറ്റില്ല. നമ്മളെന്താണ് ബഹുവ ഖിവാമു സുന്നത്തിൽ ഖാല ഖിവാമു സുന്നത്തിൽ ഇസ്ബഹാനിയനി ഇന്നി ബുഇസ്തു ബിൽ അദ്ലി, ഞാൻ നീതി കൊണ്ട് അയക്കപ്പെട്ടവനാണ്. ഫൈദാലം ആദിൽ, ഞാൻ നീതി പുലർത്തിയില്ല എന്ന് വെക്ക്. വലം ആമുറുക ബിൽ അദ്ലി, അദിൽ കൊണ്ട് കൽപ്പിച്ചിട്ടില്ല എന്നും വെക്ക്. എന്നാ ഫഖദ് ഖിബ്ത വഖസിർത, നിനക്ക് ഖൈബത്തും ഖുസ്റാനും വരും. കാരണം എനിക്ക് നീതി പഠിക്കാൻ വേറെ മേഖല ഉണ്ടാവില്ല. അർത്ഥ എന്ന് വായിച്ചതിൻ്റെ അർത്ഥം വെക്കുന്നു. തഖൂലു ഗൈറൽ ഹഖ്, അപ്പം നീ ഹക്കല്ലാതെ സംസാരിക്കും. തഅമ്മലു ബിഗൈറിൽ ഹഖ്, ഹക്കല്ലാത്തത് കൊണ്ട് പ്രവർത്തിക്കും. എന്നുകൊണ്ട് ലിഅന്നി ലം ഉമിർതു അൻ നഖൂലൽ ഹഖ വഅമല ബിഹി ബിൽ ഹഖ് വഅമറക ബിൽ അമലി ബിൽ ഹഖ് വൽ ഖൗലി ബിൽ ഹഖ്. അപ്പോൾ ഫമൻ ഔലാ ബിൽ അദ്ലി മിന്നി, എന്നേക്കാൾ നീതി പ്രവർത്തിക്കാൻ ആർക്കാണ് ബാധ്യതയുള്ളത്. വഖദ് ബഅസനി അല്ലാഹു ഇലൽ ഖൽഖി വജഅലനി അമീന ഫഇദാ ലം അകുൻ അദ്ലൻ ശഖീത അൻത വഖസിർത. അപ്പോൾ താൻ്റെ ജീവിതത്തെ പ്രകാരം കൊണ്ടുപോയത്, നിനക്ക് നീതിയും അതിനും കിട്ടാൻ വേറെ മാർഗമില്ല. അവൻ നീതിയുടെ എല്ലാ മാതൃക എൻ്റെ കയ്യിലാണ് ഉള്ളത്. അതാണ് തീർന്നത്. വലമ്മ തസദ്ദ ലഹു ഖൗറത്ത് ബിനുൽ ഹാരിസ് എന്ന് പറഞ്ഞ ഒരാള് അവിടെ എത്തിപ്പെട്ട് ലിയഫ്തിക ബിഹി, തങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട്. അതാണ് ഉറങ്ങാൻ കടന്ന സമയം. വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുൻതബിദുൻ തഹത ഷജറത്തിൻ,
ഒരു മരത്തിൻ്റെ കടി തങ്ങൾ ഒറ്റക്കാണ് വഹദഹു ഒറ്റക്ക്. ഖായിലൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞാളെന്നല്ല, കൈലൂല തുടങ്ങുന്നവരായിട്ട്. ഇത് കാല യഖീലു ആണ്. കാല യഖൂലു എന്ന് പറഞ്ഞാലാണ് എന്താക്കല് പറഞ്ഞില്ലേ. ഇത് കാല യഖീലു, കൈലൂല തുടങ്ങുന്നു. വന്നാസു ഖായിലൂന, ജനങ്ങളും വർക്കത്തിലാണ്. ഫീ ഖസാത്തിൻ, ഒരു യുദ്ധത്തിലായിരുന്നു. ഫലം യന്തബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉണർന്നില്ല. ഇല്ലാ വഹുവ ഖായിമുൻ, ഈ ഗൗറത്ത് എന്ന് പറഞ്ഞ ആൾ അവിടെ നിന്നിട്ടുണ്ട്. വസ്സൈഫു സൽതൻ ഫീ യദിഹി, അപ്പോൾ ബഹുവാന്റെ ദമീരെടുത്തേക്കാണ് ഗൗറത്തിലേക്ക്. വാള് ഊരിപ്പിടിച്ചു കൊണ്ടിട്ട് നിൽക്കുന്നതാണ് തങ്ങളെ. ഫഖാല മൻ യംനഉക മിന്നി, ആരാണ് എൻ്റെ അക്രമത്തിനെ തൊട്ട് നിന്നെ തടയുക എന്ന് ചോദിച്ചപ്പോൾ ഫഖാല അല്ലാഹ്. ഫസഖത സൈഫു മിൻ യദിഹി, കൈമെന്ന് വാള് വീണുപോയി. ഫഅഖദഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, എടുത്തിട്ട് വഖാല മൻ യംനഉക മിന്നി എന്ന് തിരിച്ചു ചോദിച്ചു. ഫഖാല കുൻ ഖൈറ ആഖിദിൻ, അങ്ങനെ തന്നെ എൻ്റെ കൈ പിടിക്കുന്ന ഏറ്റവും ഖൈറായ ആൾ നിങ്ങളാകണമെന്ന് പറഞ്ഞു. ഫതറകഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അയാളെ വെറുതെ വിട്ട് വഅഫ അൻഹു, മാപ്പ് കൊടുത്തു. ഫജാഅ ഇലാ ഖൗമിഹി, അയാൾ കൗമിലേക്ക് പോയിട്ട് എന്താ പറയുന്നത്? ഫഖാല ജിഇതുകും മിൻ ഇൻദി ഖൈരിൻ നാസ്, ഏറ്റവും നല്ല ഒരു വ്യക്തിയുടെ പക്കൽ നിന്നാണ് ഞാൻ വരുന്നത്, അല്ലെങ്കിൽ എൻ്റെ തല ഉണ്ടാവില്ലായിരുന്നു. വേറെ ആളാണെങ്കിൽ ഞാൻ ജീവൻ പോയി. ഇനി വമിൻ അലീമി ഖബരിഹി ഫിൽ അഫ്വി അഫ്വുഹു അനിൽ യഹൂദിയ്യ, യഹൂദിയായ ഒരു പെണ്ണിന് മാപ്പ് കൊടുത്തില്ലേ. അല്ലത്തി സമ്മതുഹു, വിഷം മൂട്ടിക്കൊടുത്ത്. സമ്മ എന്നെ പേരിട്ടു എന്നർത്ഥമല്ല, ഇത് സമ്മ വിഷം ചേർത്തതാ. മറ്റേ സമ്മ യുസമ്മി എന്നതിൻ്റെ ആണെങ്കിൽ പേരിട്ടതല്ലേ, പേരിടലല്ലേ ഇവിടെ ഉണ്ടായത്. ഫിഷാത്തി, ആട്ടിൽ. ബാദ ഇത്റാഫിഹ, ഓള് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അതോ ആരോപണമല്ലല്ലോ. അല സഹീഹി മിന റിവായത്തി, റിവായത്തിന്റെ സഹീഹ് എടുത്തു നോക്കിയാൽ അവൾ കുറ്റം സമ്മതിച്ചു എന്ന് തന്നെ. വഅന്നഹു ലം യുആഖിദ്, അതൊന്ന്. വഅന്നഹു ലം യുആഖിദ് ലബീദ ബിനൽ അസ്ം എന്ന് പറഞ്ഞിരങ്ങ, അവനെ തങ്ങൾ പിടികൂടിയില്ല. ഇത് സഹറഹു, ലബീദ് സിഹർ ചെയ്തു. എന്നിട്ടോ വഖദ് ഉലിമ ബിഹി, അല്ലാഹുവിന്റെ വക്കൽ നിന്ന് തങ്ങൾക്ക് വിവരം കിട്ടി. വഊഹിയ ഇലൈഹി ബിശറഹി അംദിഹി, ആ കാര്യം വ്യാഖ്യാനിക്കാൻ വേണ്ടി വഹി നൽകി. വലാ അതബ അലൈഹി, അവരുടെ എന്താ ആക്ഷേപിക്കുക പോലും ചെയ്തില്ല. ഫളൻ അൻ മുആഖബതി, ശിക്ഷിക്കൽ പിന്നെയല്ലേ. വകദാലിക, ഇതുപോലെയാണ് ലം യുആഖിദ് അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ്, മുനാഫിക്കിന്റെ തലവനാണ്. വഅശ്ബഹു, അവനെ പോലോത്തവനുമുണ്ട്. മിനൽ മുനാഫിഖീന, മുനാഫിഖീങ്ങളുടെ കൂട്ടത്തിൽ. ബിഅളീമി മാ നുഖില അൻഹും ഫീ ജിഹത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ കാര്യത്തിൽ ഖൗലാലും ഫിഇലാലും അവർ പറഞ്ഞതും ചെയ്തതും എത്ര മാത്രമുണ്ടെന്ന് ഇവിടെ അറിയപ്പെട്ടതില്ലേ. ബൽ ഖാല ലിമൻ അശാറ ബിഖത്ലി ബഅലിഹിം, ചിലരെ കൊല്ലണം എന്ന് ഇശാറത്താക്കിയവരോട് തങ്ങൾ പറഞ്ഞത് ലാ യുതഹദ്ദസു അന്ന മുഹമ്മദൻ അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം യഖ്തുലു അസ്ഹാബഹു, മുഹമ്മദ് അസ്ഹാബിമാരെ സ്വയം കൊല്ലുന്നുണ്ട് എന്ന് ആരും പറഞ്ഞിക്കണ്ട. കാരണം ഇവർ ലാഹില്ല അസ്ഹാബിമാരെ കൂട്ടത്തിലുണ്ട്. മറ്റുണ്ടാക്കത്തില്ല കൊല്ലപ്പെട്ടത് ആരാന്ന്. ഇനി വഅൻ അനസ് റളിയല്ലാഹു അൻഹു കുൻതു മഅൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നു. വഅലൈഹി ബുർദുൻ ഖലീദുൽ ഹാശിയത്തി, ഒരു പുതപ്പ്, ആ പുതപ്പിന്റെ ബാക്കി വളരെ കട്ടിയാണ്, അല്ലെങ്കിൽ മുറിച്ച പോലെ ഉണ്ടാവും. ഫജബദഹു അഅറാബിയ്യുൻ, ഒരു അഅറാബി വന്നിട്ട് പിടിച്ചടി വലി ബിരിദാഇഹി, തങ്ങളുടെ തട്ടം. ജബദത്തൻ ശദീദത്തൻ, കഠിനമായൊരു വെലി വലിച്ചിട്ട് ഹത്ത അസറത്ത് ഹാഷിയത്തുൽ ബുർദി, ആ പുതപ്പിന്റെ വക്കന്തായി അസർ ചെയ്തിട്ടുണ്ട്. ഫീ സഫഹത്തി ആതിഖിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ പെരടിയിൽ. സുമ്മക്കാല, അപ്പോൾ ഈ ബലി തന്നെ എന്താക്കി കഠിനമായൊരു ഉപദ്രവം. രണ്ടാമത് അയാൾ പറയുന്നു, യാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം ഇഹ്മിൽനി അലാ ബഈറയ്യ ഹാദൈനി, ദാ ഈ 2 ഒട്ടകമുണ്ട്,
ഇതിൻ്റെ മേലെ കയറ്റി ലോഡാക്കി തരണം. മിമ്മാലില്ലാഹില്ലതി എന്തൊക്കെ നിങ്ങൾക്ക് അള്ളാൻ്റെ പൈസ പറയുന്നുണ്ട്. ഫൈന്നക ലാ തഹ്മിലുനി മിമ്മാലിക, നിന്റെ പൈസയിൽ നിന്ന് എടുത്തിട്ടല്ല ഇവിടെ നടക്കുന്നത്. വല മാലി അബിക്ക് ഉപ്പാന്റെ സ്വത്തുമല്ല. അപ്പൊ എന്തെല്ലാം കുരുത്തുക്കൾ ഇവിടെ ആണ്, കൗലാലും ഫീലാലും. ഫസഖത നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടാതിരുന്നു. സുമ്മക്കാല അൽ മാലു മാലുല്ലാഹ്, എല്ലാ മുതലും അള്ളാഹിൻ്റെ മുതലാണ്. വാന അബുദുഹു, ഞാൻ അള്ളാഹിൻ്റെ അബുദുമാണ്. എന്നിട്ട് പറഞ്ഞു സുമ്മക്കാല വയുക്കാതു മിൻക യാ അറാബിയ്യു മാ ഫഅൽത ബി, എന്നെ കൊണ്ട് നീ എന്തെല്ലോ ഇവിടെ ചെയ്തിട്ടുണ്ട്. കത്ത് കുടിക്ക് വലിക്കലും, അതുപോലെ മുഹമ്മദ് എന്ന് പേരെടുത്ത് വിളിച്ച്, അതുപോലെ അള്ളാഹിൻ്റെ സ്വത്താണ് നിങ്ങളുടെ സ്വത്തല്ല എന്നൊക്കെ പറഞ്ഞ് ഇതിനൊക്കെ പ്രതികാരം എടുക്കട്ടെയായിരുന്നു. കാലല, എടുക്കണ്ടെന്ന്. എന്താന്ന് കാല ലിമ, എന്താ പ്രതികാരം എടുക്കേണ്ടത്? ഞാൻ പ്രതികാരം എടുക്കാൻ അർഹനായില്ലേ? കാല ലി അന്നക ലാ തുകാഫി മോശമായൊരു കാര്യത്തിന് മോശം കൊണ്ട് പ്രതികാരം എടുക്കുന്ന ആളല്ല നിങ്ങൾ. ഫളഹിക്കൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ച്. ثم أمر أن يحمل له على بعير شعير وعلى الآخر تمر. രണ്ടൊട്ടകത്തിൻ്റെ വലിയ, ഒന്നിൻ്റെ മേലെ ഗോതമ്പും മറ്റൊന്നിൻ്റെ മേലെ കാരക്കയും അല്ല ഇത്തപ്പ കയറ്റാൻ വേണ്ടിയിട്ട് ആശായന്മാരോട് കൽപ്പിച്ചു. കാലത്ത് ആയിഷത്തു റളിയല്ലാഹു അൻഹ പറയുന്നു, മാ റഅയ്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ കണ്ടിട്ടേ ഇല്ല, മുൻതസിറൻ, തങ്ങളിൽ പ്രതികാരം എടുത്തിട്ട് സഹായം തേടുന്ന മിമ്മലമത്തിൻ ദുലിമഹ, തങ്ങൾക്ക് ഏറ്റെടുക്കുന്ന ഒരു ദുൽമുണ്ടല്ലോ, ആ ദുൽമ് കാരണത്താൽ പ്രതികാരം എടുക്കുന്ന ഞാൻ കണ്ടിട്ട് കത്തു, ഈ കത്ത് പുറത്തേക്ക് വന്നിരിക്കുന്നത് മാറായിത്തൂലേക്ക്. പക്ഷെ മാലം തക്കുൻ ഹുർമത്തൻ മിൻ മഹാരിമില്ലാഹി തആല, അല്ലാഹു തആല മഹാരിമിൽ വിളി എന്ന് വെച്ചാൽ ആരെങ്കിലും ഇതിന് ദീനിൽ ശിക്ഷാർഹമായ ഒരു കുറ്റം ചെയ്താലും എന്താക്കും, അതിന് അള്ളാഹ്ക്ക് വേണ്ടി എടുക്കും. വമാ ദറബ ബിയദിഹി ശൈഅൻ ഖത്തു, തങ്ങളെ കൈകൊണ്ട് ആരെയും അടിച്ചിട്ടില്ല. ഇല്ലാ അൻ യുജാഹിദ ഫീ സബീലില്ലാഹ്, ചിലപ്പോൾ യുദ്ധക്കളത്തിൽ അടിയെല്ലാം കൊടുക്കേണ്ടി വരും. വമാ ദറബ ഖാദിമൻ, ഒരു ഖാദിമിനെയും അടിച്ചിട്ടില്ല. വലംറഅതൻ, ഒരു പെണ്ണിനെയും അടിച്ചിട്ടില്ല. എന്നിട്ടോ വജീഅ ഇലൈഹി ബിറജുലിൻ, തങ്ങളിലേക്ക് ഒരു റജുലിനെ കൊണ്ടുവന്നു. വക്കീല ഹാദാ അറാദ അൻ യഖ്തുലക, തങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഫഖാല ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലൻ തുറാഅ, ഒന്നും പഠിക്കണ്ട, നിന്നെ കൊല്ലൂന്ന തിരിച്ചു കൊല്ലണ്ടേ, ഒന്നും പഠിക്കണം. സമാധാനിച്ചു. എന്തുകൊണ്ട്? ലൻ തുറാഅ എന്ന് വേണ്ടു. വലൗ അറത്ത ദാലിക, നീ എന്നെ കൊല്ലാൻ വിചാരിച്ചാലേ ലം തുസല്ലത്ത് അലയ്യ, എനിക്ക് അള്ളാഹ് അങ്ങനെ അധികാരം തന്നിട്ടില്ല, കൊല്ലാൻ കഴിയൂല. അപ്പൊ ലൻ തുറാഅന്റെ അർത്ഥം പറയുന്നു, എൻ്റെ മക്കൾ നിന്ന് ഒരു പ്രതികാരം പിടിച്ച് നീ പിടിക്കൊന്നും വേണ്ടാന്ന്. അവിടെ എന്നർത്ഥം കൊടുത്തില്ലല്ലോ, അത് ഹദീസിന്റെ സനദിലാണ്. ഇനി പണ്ടേ കേട്ടൊരു കിസ്സയാണ്. വജാഅഹു, അപ്പം തങ്ങളെ വല്ലാഹു യസിമുക മിനന്നാസ് എന്നല്ലേ പറഞ്ഞു. വജാഅഹു സയ്യിദ് ബിൻ സഅന വന്ന്, നീണ്ട കിസ്സ പലപ്പോഴും ഓതിയിട്ടുണ്ടത്. ഖബല ഇസ്ലാമിഹി, അദ്ദേഹത്തിന് ഇസ്ലാമാതിന് മുമ്പുള്ള കഥയായി പറയുന്നു. യഹൂദികളെ വലിയൊരു നേതാവാണ്. യതഖാല്ലാഹു ദൈനൻ അലൈഹി, തങ്ങളുടെ പേരിലുള്ള ഒരു കടം വീട്ടാൻ വേണ്ടി തിരിച്ചെടുക്കാൻ വേണ്ടി വന്നതാ. ഫജബദ സൗബഹു, അതെന്നെ അവധിക്ക് മുമ്പാന്താലും വസ്ത്രം പിടിച്ച് വലിച്ച മങ്കിബിഹി വഅഖദ ബിമജാമിഇ സിയാബിഹി, അങ്ങനെ തങ്ങളെ വസ്ത്രം ചുറ്റിപ്പിടിച്ചിട്ട് മാത പിടിച്ചു വാങ്ങൽ എന്ന് പറയുന്നില്ലേ, വഅഖലദ ലഹു, അങ്ങനെ തങ്ങളോട് കടുപ്പത്തിൽ പെരുമാറി. സുമ്മക്കാല, എന്നിട്ട് പിന്നെന്താ പറയുക, അപ്പൊ ചെയ്തെല്ലാം ഒരു ചെയ്യലാണ്. യാ ബനി അബ്ദുൽ മുത്തലിബി മുത്തുലുൻ, അബ്ദുൽ ഇന്നക്കും യാ ബനി അബ്ദുൽ മുത്തലിബി മുത്തുലുൻ, അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ നിങ്ങൾ മാങ്ങ കൊടുക്കാത്ത കൂട്ടറാണ്. ഒരാളോട് കാശ് വാങ്ങിയാലേ തിരിച്ചു കൊടുക്കാത്ത. ഫന്തഹറഹു ഉമർ, ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് എന്താക്കി, അയാളെ നല്ലോണം പിടിച്ചു. വശദ്ദദ ലഹു ഫിൽ ഖൗൽ, ഉമർ റളിയല്ലാഹു അൻഹു ഖൗലിനെ കുറിച്ച് ശക്തി കൂട്ടി സംസാരിച്ചു. വൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യതബസ്സമു,
തങ്ങൾ ചിരിക്കുകയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന വഹുവ, ഞാനും ഇയാളും. ഇതിനാ കാണാം ഒരു കാര്യത്തിൽ ആവശ്യക്കാരാണ്. എന്താണത്? നിങ്ങളിപ്പം ശകാരിക്കുകയും ആക്കിയല്ല, അതിനാ കാണാം മറ്റൊന്നിലേക്ക് ഞാനും ഓർമ്മയുണ്ട് ആവശ്യക്കാരാണ്. എന്താണത്? അഹബജ ഉമറു, ഉമറെ, ആ വാക്കിന്റെ ശൈലി കണ്ടാണ്. അന ബഹുവ കുന്ന ഇലാ ഗൈരി ഹാദാ മിൻക അഹ്വജു യാ ഉമർ. എന്താണത്? തഅ്മുറുനി ബിഹുസ്നിൽ ഖളാ, നല്ല നിനക്ക് കടം വീട്ടിയെന്ന് എന്നോടും പറയാ. വ തഅ്മുറുഹു ബിഹുസ്നി തഖാദി, കടം പിരിക്കാൻ വന്നാൽ നല്ല നിനക്ക് പിരിച്ചു വാങ്ങിയിട്ട് പോയിക്കോളാന്ന് പറയാം. ഇങ്ങനെ മാട് പിടിക്കലും ഇതാക്കലും ചീത്ത പറയലും വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ثم قال صلى الله عليه وسلم قد بقي من أجله ثلاث. അവന്റെ അവധിയിൽ നിന്ന് 3 ദിവസം ബാക്കിയുണ്ട്, അവധി എത്തിയിട്ടില്ല. ഡേറ്റാണ്ടേ, മനസ്സിലില്ല. പറഞ്ഞ ഡേറ്റിന് കൊടുത്തിട്ടില്ലെങ്കിലല്ലേ ഞാൻ കുറ്റക്കാരനാവുള്ളൂ. 3 ദിവസം ബാക്കിയുണ്ടത്ര. ഉമർ കൽപ്പിച്ച് യഖ്ലീഹി മാലഹു, അവന് കിട്ടാനുള്ള എന്താണോ അത് വിട്ടിക്കോ. വയസീദുഹു 20 സാഅൻ, 20 സാ കൂട്ടിക്കൊടുക്കാനും പറഞ്ഞു. എന്താ ലിമാ റബ്ബഹു, ഉമർ റളിയല്ലാഹു അൻഹു വല്ലാണ്ട് ഇയാളൊന്നും ഇട്ടിച്ചില്ലേ. ഫകാന സബബ ഇസ്ലാമിഹി, അപ്പോൾ സഈദ് ബിൻ സഅന മുസ്ലിം ആവാനുള്ള കാരണം ഇതായി മാറിയിരിക്കുന്നു. വദാലിക, എന്താണ്? അന്നഹു കാന യഖൂലു മാ ബഖിയ മിൻ അലാമാത്തി നുബുവ്വത്തി ശൈഉൻ, നുബുവ്വത്തിന്റെ അലാമത്തിൽ നിന്ന് ഒന്നും ബാക്കിയില്ല. ഇല്ലാ വഖദ് അറഫ്തുഹാ ഫീ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളിൽ ഞാൻ അറിഞ്ഞിട്ടില്ലാത്ത ഈ 3 കാര്യമേ ബാക്കിയുള്ളൂ. എല്ലാം എനിക്ക് മനസ്സിലായി തങ്ങളുടെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ല. ഇല്ലസിനത്തൈനി, 2 കാര്യം ഒഴികെ, അതനിപ്പോ തിരിയേണ്ടത്. ലം അഖ്ബറുഹുമ, അത് പരീക്ഷിച്ചറിഞ്ഞിട്ടില്ല, ഉണ്ടെന്ന് കേട്ടതേ ഉള്ളൂ. എന്താണത്? യസ്ബിഖു ഹിൽമുഹു ജഹ്ലഹു, ജഹലിനെ കാണ ഹിൽമ് മുൻകടക്കും. വലാ തസീദുഹു ശിദ്ദത്തുൽ ജഹ്ലി അലൈഹി ഇല്ലാ ഹിൽമാ, കഠിനമായ ജഹിൽ അങ്ങോട്ട് പ്രവർത്തിച്ചാൽ അങ്ങോട്ട് ഹിൽമി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇത് രണ്ടും പരീക്ഷണത്തിൽ കൂടി അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഫസ്തബർതുഹു ബിഹാദ, ഞാൻ ഈ പറഞ്ഞ പരിപാടിയോട് അത് പ്രതീക്ഷിച്ചറിഞ്ഞതാണ്. ഫവജത്തുഹു, അതും കണ്ടെത്തിച്ച് കമാ വസിഫ. كان من أخبار يهوذا أسلم وشهد مع النبي صلى الله عليه وسلم مشاهد كثيرة. അതാണ് മുസ്ലിമായും ചെയ്ത് തങ്ങളുടെ കൂടെ ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുമ്പ് എത്രയോ തവണ ഓതിയതായിരുന്നു. ഇനി പറയുന്നത് വൽ ഹദീസു അൻ ഹിൽമിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വസബരിഹി വഅഫ്വിഹി, തങ്ങളെ ഹിൽമ്, അവിടുത്തെ സബർ, അവിടുത്തെ അഫ്വ്. എപ്പോൾ? ഇൻദൽ മഖ്ദുറ, തിരിച്ചടിക്കാൻ വേണ്ടി കഴിയും, അസ്ഹാബിമാർ കാത്തിരിക്കുന്നുണ്ട്. അതും അക്തറു മിൻ അൻ നഅതി അലൈഹി, അത് പറഞ്ഞു തീർക്കാൻ നമുക്ക് കഴിയൂല. എത്രയോ ജീവിതം മുഴുവൻ അതാ. വഹസ്ബുക മാ ദക്കർനാഹു, ഈ പറഞ്ഞിടത്തോളം മതിയാക്കി. മിമ്മാ ഫി സഹീഹി, അത് സഹീഹിലുള്ളതാണ്. വൽ മുസന്നഫാത്തി സാബിത, സ്ഥിരപ്പെട്ട തസ്നീഫാത്തുകളിലും ഉള്ളതാണ്. എത്ര വരെ? ഇലാ മാ ബലഗ മുതവാത്തിറൻ മബ്ലഗൽ യഖീൻ, യഖീനിന്റെ അറ്റത്ത് വരെ മുതവാത്തിറായിട്ട് എത്തിയിട്ടുണ്ട്. മുതവാത്തിർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത അത്ര. മീൻ സബരിഹി അലാ മുഖാസാത്തി ഖുറൈശിൻ, ഖുറൈശികളെ ഉപദ്രവത്തിന് സഹിച്ചത്. വാദൽ ജാഹിലിയ, ജാഹിലിയ കാലത്തുണ്ടായ ഉപദ്രവങ്ങളെ സഹിച്ചത്. വമുസാബറത്തിഹി ശദായിദ സ്വഅബത, അങ്ങേയറ്റം പ്രയാസമേറിയ ശദായിദുകളോട് സബർ കൊണ്ട് നേരിട്ടത്. മിന്നും, അവരുടെ പക്കൽ നിന്ന്. എത്ര വരെ? ഇദാ അൻ അൽഹറഹുല്ലാഹു തആല അലൈഹി, അവരെ മേലിൽ എന്താക്കിയെന്നറിയോ? തങ്ങൾക്ക് അല്ലാഹു വിജയം നൽകി. മക്കം ഫത്ഹിന്. വഹക്കമഹു ഫീഹിം, അവരിൽ തങ്ങൾ എന്ത് തീരുമാനമെടുക്കുന്നുവോ ആ തീരുമാനത്തിന്റെ ഹാക്കിമായിട്ടും അല്ലാഹു തആല ആക്കി. വഹും ലാ യശകുന ഫി ഇസ്തിസാരി ശൗഫത്തിഹിം, ഇനി നമുക്ക്
അടങ്ങന ജീവിതമില്ല എന്ന് വരെ അവർ തീരുമാനിച്ചു. വൈബാദത്തി ഖാലറാഇഹിം, അവരെ പച്ച നശിച്ചു എന്ന് പറഞ്ഞാൽ ജീവൻ പോയി. പക്ഷേ തങ്ങളെന്താ ശിക്ഷയിൽ മാപ്പ് കൊടുത്തു, അവർക്കെല്ലാം വിട്ടുവീഴ്ച കൊടുക്കുകയാണ്. എന്താ പറഞ്ഞു? വക്കാല മാ തഖൂലൂന ഇന്നി ഫായിലും ബിക്കും, ഞാൻ നിങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നു എന്നാണ് നിങ്ങൾക്ക് അഭിപ്രായം? ഖാലു ഖൈറാ, ഖൈർ ചെയ്യും. അഹും കരീമാണ്, വബിനു അഖിൻ കരീം, കരീമായ അഖിന്റെ മോനാണ്. فقال صلى الله عليه وسلم أقول كما قال أخي يوسف, അഖി എൻ്റെ ബദലാണ് ഏത്? യൂസുഫ്. യൂസുഫിൻ്റെ സഹോദരൻ എന്നല്ല, എൻ്റെ സഹോദരനായ യൂസുഫ് അലൈഹിസ്സലാം ലാ തസ്രീബ അലൈക്കുമുൽ യൗം എന്ന് പറഞ്ഞില്ലേ ജ്യേഷ്ഠന്മാരോട്? അതേ വാക്ക് തന്നെയാണ് ഞാൻ നിങ്ങളോടും പറയാനുള്ളത്. യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. ഇദ്ഹബൂ അൻതുമുത് തുലഖാ, നിങ്ങൾ പോയിക്കോളൂ, നിങ്ങളെല്ലാവരും മോചിതരാണ് എന്നാണ് പറഞ്ഞത്. വഖാല അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹബത്ത സമാനൂറ റജുലൻ മിന തൻഈം, തൻഈമിൽ നിന്ന് 80 ആളുകൾ ഇറങ്ങി വന്നു. എപ്പോൾ? സലാത്ത് സുബ്ഹി നിസ്കാരത്തിൽ. ലിയഖ്തുലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കൊല്ലാൻ വേണ്ടിയാ വന്നത്. ഇവരെല്ലാവരും പിടിയിലായി. ഫഅതഖഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർക്കെല്ലാം ഇത്തിക്ക് ചെല്ലിയാണ് പോയിക്കോളി. ഫഅൻസലല്ലാഹു സുബ്ഹാനഹു വതആല വഹുവ അല്ലദീ കഫ ഐദിയഹും അൻകും വഐദിയകും അൻഹും എന്നുള്ള ആയത്ത് ഇവിടെ സൂറത്തുൽ ഫത്ഹിലുണ്ട്. ബിബത്നി മക്കത്ത അങ്ങനെയുള്ളത് അത് അല്ലാഹു തആല ഉണ്ടാക്കി. അവരെ കയ്യിനെ തങ്ങളെ തൊട്ട് തടഞ്ഞു, കൊല്ലാൻ സാധിച്ചില്ല. എന്നാൽ തങ്ങളെ മക്കളിൽ നിന്ന് ഓർക്കെന്തെങ്കിലും ശിക്ഷ കിട്ടിയ വഐദിയകും അൻഹും, ഇതെല്ലാം ആരാണ്? വഹുവ. അവിടെ വഹുവ ഉണ്ട്. വഖാലി അബീ സുഫിയാനോട് പറഞ്ഞ് വഖദ് സീക ഇലൈഹിം, തങ്ങളിലേക്ക് അബൂ സുഫിയാന വലിച്ചുകൊണ്ട് വന്നതാ. എപ്പോഴാണ്? അബൂ സുഫിയാനെ ബാദാൻ ജനബൈലിഹിൽ അഹ്സാബ്, യുദ്ധത്തിനുള്ള അഹ്സാബിലെല്ലാം ശേഖരിച്ച് ഒരുമിച്ച് കൂട്ടി അബൂ സുഫിയാനാണ് ആള്. വഖതല അമ്മഹു, അമ്മിനെ കൊന്ന്. അരാ ഹംസ റളിയല്ലാഹു അൻഹു. വഅസ്ഹാബഹു, അസ്ഹാബിമാരെ കൊന്ന്. വമസ്സല ബിഹിം, അവരെ കൊണ്ടെന്താക്കി? കയ്യും കാലം മുട്ടിട്ടു കോലം കെടുത്തി. പക്ഷേ അബൂ സുഫിയാൻ മാപ്പ് കൊടുത്തു. വലാ തഫഹു ഫിൽ ഖൗൽ, ഖൗലിൽ വളരെ മയത്തോടു കൂടി പറഞ്ഞത് വൈഹക യാ അബൂ സുഫിയാൻ അലം യഅനി ലക അൻ തഅലമ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അബൂ സുഫിയാനെ, നിന്റെ കാര്യത്തിൽ എനിക്ക് ദുഃഖമുണ്ട്. അതാണ് വൈഹക്കാന്റെ വാക്ക്. വൈഹക് അലം യഅനി ലക, നിനക്ക് ഇനിയ സമയമായിട്ടില്ലേ? അൻ തഅലമ അന്നല്ലാഹ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് നീ അറിയാൻ, അതിൽ പറയാൻ ഇനി സമയമായിട്ടില്ലേ? എന്നോട് എനിക്ക് വലിയ വേദനയുണ്ട്. ഫഖാല ബിഅബീ അൻത വ ഉമ്മീ, അബൂ സുഫിയാൻ എന്താ പറയേണ്ടി വന്നത്? എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും നിങ്ങൾ പകരമാണ്. മാ ഹലമക വൗസലക വഅക്രമക, തങ്ങൾക്ക് എത്രമാത്രം ഹിൽമാണ്, എത്രമാത്രം വസലാണ്, എത്രമാത്രം ആദരമാണെന്നാണ് പറയേണ്ടത്. وكان رسول الله صلى الله عليه وسلم أبعد الناس غضبا, غضب വളരെ ദൂരത്താ. അഥവാ വന്നാലോ വഅസ്റഹും റിളൻ, ഇനി ഗളബ് വന്നാൽ തണുക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. ഇമാമോഹരി വെച്ചല്ല, ഇങ്ങനെ നാലാഴ്ച എന്തെല്ലാം ആദ്യം തന്നെ ദേഷ്യം, തണുക്കാൻ താമസം. അവർ മോശക്കാരില്ല. മറ്റൊന്നോ വളരെ മെല്ലെ ദേഷ്യം പിടിക്കും, വേഗം തണുക്കും. അത് മുന്തിയത്. പിന്നെന്താന്ന്? പെട്ടെന്ന് ദേഷ്യം പിടിക്കുകയും ചെയ്യും, പെട്ടെന്ന് നടക്കുകയും ചെയ്യും. മറ്റൊന്ന് 4 കിസ്മിലി ഏറ്റവും മുന്തിയത് ഇത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമാ കുല്ലമാ ദക്കറഹുൽ ളാകിറൂന വഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ.